നിന്നെ വിളിച്ച വിളിയിൽ നീ മുന്നോട്ട് പോയില്ല എങ്കിൽ, നീ ആദ്യ സ്നേഹം നീ എന്ത് ചെയ്ത് വിട്ട് കളഞ്ഞു, നീ മടങ്ങി ആദ്യ സ്നേഹത്തിലേക്ക് വന്നില്ലെങ്കിൽ, ഞാൻ വന്ന ഡേഞ്ചേഴ്സ് ഓഫ് കംഫർട്ട് സോൺ. ഇന്നത്തെ സഭയുടെ പ്രശ്നം, സഭകളുടെ അല്ല, ദൈവസഭയുടെ പ്രശ്നം, നമ്മളൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത്. അത് കേരളത്തിൽ പ്രത്യേകിച്ചറിയാം. നമ്മളിവിടെയുള്ള ദൈവസഭകൾക്ക് വലിയ ഭീഷണിയോ പ്രതികൂലങ്ങളോ പീഡയോ അങ്ങനെയൊന്നുമില്ല. വളരെ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതല്ല എല്ലായിടത്തെയും അവസ്ഥ. അപ്പം അങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ക്രിസ്തീയ സഭയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ചരിത്രം കേരളത്തിലില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓരോ ഞായറാഴ്ചയും പല പല സഭകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഓൺലൈനായിട്ട് ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ മുമ്പലത്തെ ആഴ്ച ഡൽഹിക്കടുത്ത് ഒരു സ്ഥലപ്പേര് നിങ്ങളെല്ലാം കണ്ടു കാണും. അവിടെ ഉണ്ടായൊരു പ്രശ്നം, ആ സഭ നടത്തുന്ന ആ കർത്തൃദാസൻ്റെ ഭാര്യയുടെ സഹോദരിയും കുടുംബവും ഈ ചർച്ചിലുണ്ട്. അപ്പോൾ അവർ പറയുമായിരുന്നു വലിയ പ്രശ്നമാണ്. അപ്പം വലിയ വാർത്തയായിട്ടൊക്കെ പരന്നു, എല്ലാവരുമൊക്കെ വളരെ ക്ഷോഭമൊക്കെ എല്ലാവരും കാണിച്ചു. പക്ഷേ പ്രശ്നം അന്നേ ദിവസം ആ ചർച്ച് പൂട്ടിക്കഴിഞ്ഞു. ഇനി ആ ചർച്ച അവിടെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ വന്ന ആ സംഭവം എന്തായി അതെല്ലാവരും കൂടെ വീഡിയോയിലെടുത്ത് എല്ലാവരും ലോകം മൊത്തം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ദ ചർച്ച് ഹാസ് ബീൻ ക്ലോസ്ഡ്. ആ ചർച്ച് പൂട്ടി, ഇനി അവിടെ കൂടാൻ പാടില്ല. അതാണ് പ്രശ്നം, അല്ലേ? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ആ പ്രശ്നത്തെ ഇങ്ങനെ ഉയർത്തി കാണുന്നു. പക്ഷേ അതിൻ്റെ പിശാച് ജയിക്കുന്നത് അതോടുകൂടി ആ സഭ അങ്ങ് പൂട്ടിപ്പോയി. ഇതാണെന്ന് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഒരു ഏറ്റവും അടുത്ത സ്നേഹിതൻ, മറ്റൊരു പാസ്റ്റർ, അതും സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, ഒരു പ്രത്യേക സംസ്ഥാനത്തിൽ ചെന്ന ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ആത്മനിറവിലൊക്കെ പ്രസംഗിക്കുമ്പം അല്പം ആവേശത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് ഒരു കേസ് ഫയൽ ചെയ്ത് ആ സംസ്ഥാനം കുറച്ചാൾ മുമ്പ് ഒരു വലിയ കഠിനമായ ഒരു നിയമം അവിടെ പാസ്സാക്കി, പ്രത്യേകിച്ച് അറിയാമല്ലോ. അപ്പം ആ നിയമപ്രകാരമാണ് ആദ്യത്തെ കേസായിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം നാളുകളായിട്ട് തൻ്റെ നാട്ടിൽ നിന്ന് തൻ്റെ ചർച്ച, അവിടെ ഒരു വലിയ ചർച്ചാണ്, അനേക ഷിഫ്റ്റ് സർവീസുകളുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. തനിക്ക് ഒരു മാസത്തിലധികമായിട്ട് താനിപ്പോൾ അവിടെ ഇല്ല. ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ളപ്പം നമ്മളിപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്തൊരു ഡേഞ്ചറുണ്ട്, അല്ലേ? വലിയൊരു അപകടമുണ്ട്. ഇങ്ങനെ ഇരുന്ന് പോയാലൊരു അപകടമുണ്ട്. ആ അപകടത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, വി ഹാവ് എ ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി. വി ആർ സെക്യൂർഡ്, നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതൊരു ഫോൾസ് സെൻസാണ്, അതായത് തെറ്റായ ഒരു ധാരണയാണ്, അല്ലേ? തെറ്റായ ധാരണയാണ്. എസ്തറിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. എസ്തർ എന്നൊരു പുസ്തകം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബൈബിളിലൊരു പുസ്തകമുണ്ട് എസ്തർ. ആ പുസ്തകത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? അതിനകത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ പേരിലുണ്ട്, 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? ഹിന്ദു ദേശം മുതൽ കൂഷ് എന്ന് പറഞ്ഞ എത്യോപ്യ വരെ, ഫ്രം ഇന്ത്യ ടു എത്യോപ്യ എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ബൈബിളിൽ ഹിന്ദു ദേശം എന്നാണ് നമ്മുടെ ഇന്ത്യയെ പറ്റി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഒറ്റ കാര്യം, ഇന്ന് നമ്മൾ പറയുന്ന ഹിന്ദു മതം എന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ ഓർത്തോണം, അല്ലേ? അപ്പോൾ ഹിന്ദു നിൽക്കും പെട്ടെന്ന്, ഇപ്പം ഇന്ത്യയെ ഹിന്ദു ആക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് കയറി ഞെട്ടണ്ട. അതിനകത്തൊരു അപകടം ഒരു വശത്തുണ്ടെങ്കിലും അതിൻ്റെ ജനറൽ സെൻസ് ബൈബിളിൽ പോലും ഹിന്ദു ദേശം എന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഹിന്ദുക്കളെന്നല്ല, അല്ലേ? അത് മറ്റൊരു കാര്യമാണ്. അപ്പം അവിടെയാണെങ്കിൽ ഓർക്കണം, ഇന്ത്യയെപ്പോലെ സത്യം പറഞ്ഞ ഒരു നല്ല രാഷ്ട്രത്തിൽ ജനിക്കുവാനും ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നു. നമ്മളാരും എവിടെ നിന്നെങ്കിലും വന്നവരല്ല, നമ്മളിവിടെ ജനിച്ചവരാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ ഇന്ത്യയെപ്പോലെ ടോളറൻസ്, അല്ലേ, ഉള്ള മറ്റൊരു രാജ്യമില്ല. ഓർത്ത് നോക്കിയേ, ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ ഇങ്ങോട്ട് വന്ന് കീഴടക്കി ഭരിച്ചിട്ടുണ്ട്. പേരുകൾ ഞാൻ പറയുന്നില്ല, അല്ലേ? എന്നും ഇന്ത്യയുടെ ചരിത്രത്തോട് നോക്കിയാൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആരൊക്കെ വന്നു? ഓരോരുത്തർ വന്നു, അല്ലേ? നമ്മളെ ഭരിച്ചു പോയി, നമ്മൾ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് കൊടുത്തു. നമ്മളായിട്ട് ഒരിക്കലും പോയി നമ്മളൊരു യുദ്ധം അങ്ങോട്ട് പോയി ചെയ്തിട്ടില്ല. അതറിയാമോ? നമ്മൾ അഥവാ വലിയ യുദ്ധങ്ങൾ ചെയ്തെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിരോധിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടുണ്ട്.
അതില്ല. നമ്മൾ ബംഗ്ലാദേശിനെ സഹായിച്ചു, ശ്രീലങ്ക പോയി സഹായിച്ചു, മാൽദീവ്സിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചരിത്രമൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ പോയി അടുത്ത രാജ്യത്തെ വെട്ടിപ്പിടിച്ച് നമ്മളോട് ചേർക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇന്ത്യ ചെയ്തിട്ടില്ല. അപ്പോൾ പൊതുവേ നോക്കിയാൽ നമ്മുടെ ഇന്ത്യ ദേശത്തെ പോലെ ഇത്രയും ടോളറൻ്റായ മറ്റൊരു രാജ്യം വേറെ ഇല്ല പ്രിയപ്പെട്ടവർ. ഏറ്റവും നല്ല കുറച്ച് വാല്യൂസ് ഈ രാജ്യത്തുണ്ട്, അത് നിങ്ങൾ മറക്കരുത് അല്ലേ. അവിടെ തീർച്ചയായിട്ടും ഇനിയും ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് വളരെ പ്രാർത്ഥിക്കണം. ഇനിയുള്ള കാലങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി വളരെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ മതങ്ങളും ഇവിടെയുണ്ട്, അവരെല്ലാം വളരെ നന്നായിട്ട് സാഹോദര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോഴെവിടെയോ ചില കുത്തിത്തിരിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു. അത് കാരണം വല്ലാത്ത പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഒരു ചെറിയൊരു ന്യൂനപക്ഷമാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്. പക്ഷേ അത് കാരണം കഷ്ടപ്പെടുന്നത് ഒരു രാഷ്ട്രം മുഴുവനായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൂട്ടർ മുഴുവനുമായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ എസ്തേറിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ മൊർദെഖായി തൻ്റെ അമ്മാവൻ അല്ലേ എന്താണ് ചോദിക്കുന്നത്, പറയുന്നത്? നീ രാജധാനിയിൽ ഇരിക്കുക, നീ കൊട്ടാരത്തിൽ നിന്ന് വലിയ രാജ്ഞിയായിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. കേട്ടോ, വളരെ മോഹത്ത് നോക്കി പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു. എന്താണ്? നീ രാജധാനിയിൽ ഇരിക്കുന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ഇന്ന് ഞാൻ ഇത് തന്നെ സഭയോടും പറയാം. നമുക്കിവിടെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. എത്ര പേർക്കത് മനസ്സിലായി? പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ ഇന്ന് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന കേരളത്തിലെ സഭ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കരുത്. നാളെ ഇതിനെക്കാട്ടിലും വലിയ പ്രയാസങ്ങൾ നമ്മുടെ ദേശത്ത് വന്നുകൂടായികയില്ല. വരാതിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. പക്ഷേ ബൈബിളിൽ യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ പഴിക്കും അല്ലേ. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാവും? ഉപദ്രവം ഉണ്ടാവും. അപ്പം കഷ്ടവും ഉപദ്രവവും പീഡയും നിന്ദയും പരിഹാസവും ഇതൊക്കെ എന്നും ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതില്ലാത്തൊരു കാലമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ഒത്തിരി പീഡയും പ്രതികൂലമൊക്കെ നമുക്ക് ഇല്ലാത്തതിന് കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഭയായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ക്രിസ്തുവിൻ്റെ സഭയെന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാ, ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരാ അല്ലേ. ക്രിസ്തുവിൻ്റെ വചനം അതുപോലെ പാലിക്കുന്നവരാ. ഈ യേശുവിൻ്റെ വചനം എല്ലാവരോടും പറയുന്നവരാണ്. ഇന്ന് നമ്മൾ ദൈവസാക്ഷി ഇതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തുമില്ല, പ്രതികൂലമില്ല, പീഡയില്ല, ഒന്നുമില്ല. എവിടെ ചെന്നാലും ഇന്ന് നല്ല സീറ്റാണ്. അതല്ലേ പ്രശ്നം അല്ലേ. എവിടെ ചെന്നാലും നല്ല സീറ്റാണെന്ന്. എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളെ അംഗീകരിക്കുന്നു, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. യഥാർത്ഥ ക്രിസ്ത്യാനികളെ കണ്ടാൽ കല്ലെടുത്തെറിയും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടിച്ചോടിക്കും. ഇതൊക്കെയായിരുന്നു അവസ്ഥ. അന്നൊരു ചടങ്ങിൽ പോലും, ഒരു കല്യാണം വീട്ടിൽ നടന്ന ഒരാൾ വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അയാളെ ഒരു വീട്ടിലൊരു കാര്യത്തിന് പോലും വിളിക്കത്തില്ല, അറിയാമോ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. നല്ലതോ ചീത്തയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളുക. പക്ഷേ ഒരു കാലം വരുന്നു, നമ്മൾ യഥാർത്ഥത്തിൽ ഈ വചനപ്രകാരം നമ്മൾ ജീവിക്കുവാൻ തുടങ്ങിയാൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളും നമുക്ക് ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. അവിടെ ഇപ്പം തൽക്കാലം ഒരു ശാന്തത കാണുന്നെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ എന്നൊരിക്കൽ പറഞ്ഞ പോലെ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞ പോലെ മാറി നിൽക്കേണ്ട ഒരു സമയം വരും. അന്ന് എല്ലാവരും അന്യോന്യം ഒറ്റിക്കൊടുക്കും. ഞാൻ ഭയപ്പെടുത്താൻ പറയല്ല, സത്യം. അന്ന് ആരാരും ഒറ്റിക്കൊടുക്കും? കുടുംബത്തിലുള്ളവർ അന്യോന്യം ഒറ്റിക്കൊടുക്കും. അന്യോന്യം ഒറ്റി. ഇന്ന് രാവിലത്തെ സർവീസിൽ, ഇംഗ്ലീഷ് സർവീസിൽ ചൈനയിൽ 5 വർഷം ഉണ്ടായിരുന്ന ഒരു കുടുംബം ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും, ഞങ്ങൾ 5 വർഷം ചൈനയിലായിരുന്നു, ഞങ്ങൾക്ക് 5 വർഷവും ഞങ്ങൾക്ക് ചർച്ചില്ലായിരുന്നു അല്ലേ. ആലോചിക്കുക, ഒരു കൂട്ടായ്മ ഇല്ലാത്ത അവസ്ഥ എത്ര കഷ്ടമായിരിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഒരു പരസ്യമായിട്ട് കൂടി വന്ന് ആരാധിക്കാൻ കഴിയാത്തൊരവസ്ഥ നാളെ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാവുമായിരിക്കും. ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരും നമ്മളൊക്കെ. പക്ഷെ അങ്ങനെ പോയാലും ദൈവസഭ ഭൂമിയിൽ ഉണ്ടായിരിക്കും. കർത്താവ് വന്ന് ചേർക്കുന്നത് വരെ ഈ സഭ ഭൂമിയിൽ ഉണ്ടായിരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ എ ഫോൾസ് ഓഫ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, ഒരു തെറ്റായ ഒരു ധാരണയാണ് നമ്മൾ സെക്യൂർഡ് ആണെന്നുള്ളത്. വേറൊരു വാക്കി പറഞ്ഞാൽ എൻ്റെ കൂടെ ഞാൻ പറയാം, ഇന്നത്തെ സഭയുടെ രണ്ടാമത്തെ ഒരു പ്രശ്നം, വി ആർ ടോട്ടലി ഡിസ്കണക്റ്റഡ് ഫ്രം ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുക. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് നമുക്ക് വലിയ പിടിയില്ല, അതാണ് സത്യം. ഈ സോഷ്യൽ മീഡിയ കാണുന്നതും നിങ്ങൾ ഒന്നാമത്തെ കാര്യം, പണ്ടാണെങ്കിൽ പത്രം നേരെ ഇരുന്ന് വായിക്കും, അല്ലെ ടി വിയിലൊരു വാർത്ത കാണും. ഇപ്പം പത്രവും ആരും വായിക്കുന്നില്ല, ടി വിയും കാണും, ചുമ്മാ ഇരുന്ന് തോണ്ടൽ. ഈ തോണ്ടുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരേ വിഷയം ഒരു 4 പെർസ്പെക്റ്റീവിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഓർത്തോണം.
അല്ലേ? അവർ 4, അതുകൊണ്ട് നിങ്ങൾ പണ്ടൊക്കെ പറയും, നിങ്ങൾ വീട്ടിൽ വരുത്തുന്ന ആ ഒരു പത്രമേ വായിക്കത്തുള്ളൂ. പിന്നെ അന്നത്തെ പത്രങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം കാര്യങ്ങൾ. ഇന്ന് പത്രമൊക്കെ വളരെ ബയാസ്ഡ് ആണെന്ന് ഓർത്തോണം. അല്ല, ഇന്ന് വായിക്കുകയാണെങ്കിൽ ഒരു 4 പത്രം ഒരുമിച്ച് വായിച്ചാലേ ഏകദേശം ഈ മൊത്തം കഥ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ, ഒരാളുടെ സാധനം മാത്രം തോണ്ടിക്കൊണ്ടിരുന്നാൽ അയാളുടെ ഭാവനയിലും മനസ്സിലും ആശയമാണ് ഈ പറയുന്ന മുഴുവൻ. അല്ലേ? ഒരു റിപ്പോർട്ടിംഗ് പോലും അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ മതം അതിനകത്ത് വരും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വരും, അല്ലേ? അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും വരും. പക്ഷേ ഇതല്ലാതെ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ദൈവസഭ കഴിഞ്ഞു പോകുന്നത്. ഞാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ലീഡേഴ്സുമായിട്ട് പലരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാതിരിക്കുന്ന ഒരു കൂട്ടരാരാണെന്നറിയാമോ? ഈ ലീഡേഴ്സാണ്. എനിക്ക് അതിശയം, നിങ്ങൾ ലീഡേഴ്സ് അല്ലേ? യു ഷുഡ് ബി നോയിങ് വാട്ട്സ് ഹാപ്പനിങ്. എന്താണ് സംഭവിക്കുന്നത് നിങ്ങളറിയണം. നിങ്ങളറിയാതിരുന്ന എങ്ങനെ സഭയെ നയിക്കും? അവരറിയാത്തതാണോ അതോ അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ നടിക്കുന്നതാണോ അറിയത്തില്ല. ഇതാണ് സത്യം, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യാഥാർത്ഥ്യബോധമില്ലാതെ നമ്മൾ ജീവിക്കരുത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ് ഇന്നത്തെ ഡേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഗോഡ്ലി തിങ്സ് ഹാവ് ബിക്കം ഓപ്ഷണൽ. ദൈവിക കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ഓപ്ഷണൽ. അതായത് നിങ്ങളെക്കൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ പാലിക്കാം കേട്ടോ, സൗകര്യമില്ലേ കുഴപ്പമില്ല, അല്ലേ? ഓപ്ഷണൽ. അതായത് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ചെയ്യണോ ചെയ്യണ്ടേ, അത് വേണോ വേണ്ടേ, അല്ലേ? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇങ്ങനെയാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ പുതിയ നിയമസഭയിലൊന്നും അപ്പോസ്തലന്മാരൊന്നും അങ്ങനെയല്ല പഠിപ്പിച്ചത്, അല്ലേ? യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തുടങ്ങി സകലയിടത്തും ഒരിക്കലും ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ, വലിയ പണക്കാരനാണ്, അവനെപ്പറ്റി ഇംഗ്ലീഷ് ബൈബിളിൽ റിച്ച് യങ് റൂളർ എന്നാണ്. അതിൻ്റെ അർത്ഥം അവൻ റിച്ച് ആയിരുന്നു, യങ് ആയിരുന്നു, റൂളറായിരുന്നു. അവൻ നല്ല സ്ഥാനവും മാനവും, ഭയങ്കര പണക്കാരനും നല്ല വീട്ടിലെ പയ്യനും ഒക്കെ ആയിരുന്നു. അവനിങ്ങനെ യേശുവിൻ്റെ അടുക്ക് വന്നു. ശിഷ്യന്മാർക്ക് സന്തോഷം വന്നിട്ട് ഇരിക്കാൻ വയ്യ. കാര്യം ഇങ്ങനെ ഒരുത്തന്നെ കൂടെ കിട്ടിയാൽ രക്ഷപ്പെട്ട്. കാര്യം ഈ 12 യേശുവിനോട് നടക്കുമ്പം അത്രയ്ക്കങ്ങ് സുഖസമൃദ്ധിയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തു, ടാക്സ് കൊടുക്കാൻ പൈസയില്ല. കർത്താവേ നാളെ ടാക്സ് കൊടുക്കണം. അടേ നീ പോയി മീൻ പിടിച്ച് ആ മീനിൻ്റെ വായിൽ എന്ത് വയ്ക്കും. എന്തൊരു പാട്, പൈസ ഉണ്ടെങ്കിൽ തന്നാൽ പോലെ, എനിക്കൊന്ന് മീൻ പിടിച്ച് മീനിൻ്റെ വായിൽ. ആലോചിച്ച് നോക്കി, ഇതൊക്കെയായിരുന്നു പ്രശ്നം. അപ്പോൾ ഇല്ല. അതുപോലെ ഒരിക്കലും വലിയ കൂട്ടം വന്നു, നിങ്ങൾ ഇവർക്ക് കഴിക്കാൻ കൊടുക്ക്. ഇതെങ്ങനെ കൊടുക്കും? ഈ കാട്ടുമുക്കില്ല. ഇവിടെ പറഞ്ഞ ഒന്നാമത് ഇവിടെങ്ങും കടയൊന്നുമില്ല, രണ്ടാമത് പൈസയില്ല, മൂന്നാമത് സന്ധ്യയായി, വലിയ കൂട്ടം. പക്ഷേ യേശു പറഞ്ഞ അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അവസാനം നമുക്കറിയാം, ഒരു കൊച്ചു പയ്യൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നുണ്ട്. കർത്താവ് അത് കയ്യിലോട്ടെടുത്ത് അത് വാഴ്ത്തി കൊടുത്ത് അതങ്ങ് ഇരട്ടിച്ചു. ആ 5000 പേര് നമ്മൾ പറയുന്നത് പുരുഷന്മാർ മാത്രം 5000. അതിൻ്റെ അർത്ഥം സ്ത്രീകളുണ്ടായിരുന്നു ഉറപ്പ്. അതുകൊണ്ടല്ലേ ആ പയ്യൻ അവിടെ വന്ന്, കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പം 1000-കണക്ക് പേരെ അവൻ പോഷിപ്പിച്ചു. പക്ഷേ ഈ അത്ഭുതമൊക്കെ ചെയ്തത് ഓർക്കണം, കർത്താവിൻ്റെ മനസ്സങ്ങനെയാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഈ കർത്താവ് താൻ പഠിപ്പിച്ചപ്പോഴും പ്രസംഗിച്ചപ്പോഴും കൽപ്പിച്ചപ്പോഴും എല്ലാം നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്യാൻ അങ്ങനൊരു വാക്കേ ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്, അല്ലേ? ഈ പണമുള്ള പയ്യൻ വന്നപ്പം, ഈ മനുഷ്യൻ വന്നപ്പം ശിഷ്യന്മാർക്ക് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. പക്ഷേ യേശു മുഖത്ത് നോക്കിയിട്ട് ഒരു കരുണയില്ലാതെ എന്താ പറഞ്ഞതെന്നറിയാമോ? ആ പണക്കാരനായ ചെറുപ്പക്കാരനോട് എന്താ യേശു പറഞ്ഞത്? ആ മോനെ, നീ ഏത് വീട്ടിൽ നിന്ന് വരുന്നു? ഓ ആണല്ലേ, ഓക്കെ കുടിക്കോ കുഴപ്പമില്ല. 13 ഇരിക്കട്ടെ, കുഴപ്പമില്ല. 13 നല്ല നമ്പർ അല്ല എന്നൊക്കെ പറയും, കുഴപ്പമില്ല, എൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, നീ ഇങ്ങോട്ട് കുടിക്കോ. പക്ഷേ യേശു എന്ത് ചെയ്യുന്നറിയാമോ? അവനെ പറഞ്ഞു വിടാനുള്ള എല്ലാ പരിപാടിയും ആദ്യം കണ്ടപ്പോഴേ അല്ല ഞാനും കൂടെ ഒരു കാര്യം ചെയ്യ്, പോയി എല്ലാം വിറ്റ് പറക്കി പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാ, എന്നിട്ട് എൻ്റെ പുറകെ വാ. അവൻ ധാരാളം സ്വത്തുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു. അവൻ ദുഃഖിച്ചിങ്ങനെ പോയപ്പം ഈ 12 തിരിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. അമ്മ 12 കൂടെ അന്യോന്യം എന്തായിരിക്കും പറയും? ഇങ്ങേരുന്നു ദൈവമായിട്ട് ഒരുത്തനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വന്നവനാണെങ്കിൽ ചെറിയ പാർട്ടിയല്ല. പക്ഷേ അവനെ ഇങ്ങനെ പറഞ്ഞു വിടേണ്ട വല്ല ആവശ്യമുണ്ടോ? ദൈവം തുറക്കുന്ന ഓരോ വാതിലുകൾ ഇങ്ങനായിട്ട്. ഒരുപാട് പേര് ഇന്ന് വരുന്നവരാരും അങ്ങനെ ദുഃഖിച്ച് പൊക്കളയുന്നില്ല. ഇന്നൊരുത്തൻ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നമ്മളെ നേരെ വന്നാട്ട് മൈക്കും കൊടുത്തിട്ട്
നമ്മൾ പരിചയപ്പെടുത്തും. എന്നിട്ട് ആടെ ഇന്ന് മുതൽ നമ്മുടെ കൂടാണ് അല്ലേ എന്ന് നമ്മൾ വെൽക്കം ചെയ്യും. അതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ യേശു ഒരിക്കലും അങ്ങനെ ചെയ്തില്ല അല്ലേ. അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ ആൾ കൂടാത്തത് പലപ്പോഴും. യഥാർത്ഥ സഭയിലും അങ്ങനെ തന്നെയാണ്. ഈ വചനം എന്തൊക്കെ പറയുന്നോ അത് നമ്മൾ അതുപോലെ അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ലോകത്തിൻ്റെ കൂടെ ചേർന്ന് പോകുകയില്ല പ്രിയപ്പെട്ടവർ. ലോകം നമ്മളെ പകയ്ക്കും അല്ലേ. ലോകം നമ്മളെ പകയ്ക്കും, അത് സത്യമാണ്. അപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം നിർബന്ധമൊന്നുമല്ല, മാൻഡേറ്ററി അല്ല. ഇതാണ് നമ്മളിന്ന് പറയുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ പാലിച്ചോ, കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനല്ല അല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. കഴിയുമായിരിക്കും, അല്ല കഴിയുകയില്ല അല്ലേ. അല്ല, രക്ഷിക്കപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങളും നശിച്ചു പോകും. കണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ നിങ്ങളും നശിച്ചു പോകും. ഇതൊക്കെ എന്ത് വാക്കുകളാണ്! എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? രക്ഷിക്കപ്പെടണം അല്ലേ. അപ്പോൾ ഇതിനൊന്നും വേറെ ഓപ്ഷൻ ഇല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇന്ന് ദൈവസഭയിൽ ഇങ്ങനെയുള്ള ആരും ഒന്നും പ്രസംഗിക്കുന്നില്ല. അടുത്തത് ഫൊർഗെറ്റിംഗ് ദ പർപ്പസ്. എന്തിനായി സഭയെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നു? ഞായറാഴ്ച കൂടി ആരാധിക്കാൻ വേണ്ടി അല്ല സഭ അല്ലേ. വലിയ കെട്ടിടങ്ങൾ കെട്ടി നമുക്ക് നല്ല ആലയങ്ങളുണ്ട്, പള്ളികളുണ്ടെന്ന് പറയാൻ വേണ്ടി അല്ല സഭ. 3-ാം നൂറ്റാണ്ട് വരെ കെട്ടിടങ്ങളുമില്ല, പള്ളികളുമില്ല, ആലയങ്ങളുമില്ല, ഒന്നുമില്ലായിരുന്നു. ഓർക്കണം അല്ലേ. അങ്ങനൊരു കാലം ക്രിസ്തീയ സഭയിലുണ്ടായിരുന്നു. വലിയ പീഡയിലൂടെ യേശുവിന് ശേഷം അപ്പോസ്തലന്മാർക്ക് ശേഷം വലിയ കഷ്ടത്തിലൂടെ പോയ കാലം ഉണ്ടെന്ന് ഓർക്കണം. അന്ന് ഒളിച്ചൊളിച്ചാണ് ഇവർ പറഞ്ഞ പോലെ ഇവർ കൂടിക്കൊണ്ടിരുന്നത്. ശവത്തോട്ടങ്ങളിലും ഈ പറഞ്ഞ പോലെ ഗുഹകളിലും മലയിടുക്കുകളിലുമൊക്കെ ഇരുട്ടത്ത് ഈ പറഞ്ഞ പോലെ വന്നു അവർ വളരെ ഭയപ്പെട്ട് കൂടി ആരാധിച്ചിരുന്ന കാലമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് അന്നത്തെ ചക്രവർത്തി കഷ്ടകാലത്തിന് രക്ഷിക്കപ്പെട്ടു. അന്നോടുകൂടി ഈ മതത്തെ അങ്ങ് സ്റ്റേറ്റ് മതമാക്കി അങ്ങ് പ്രഖ്യാപിച്ചു. അന്ന് തുടങ്ങിയ ക്രിസ്തീയ സഭയുടെ താഴോട്ടുള്ള വരവെന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മൾ പറയും അടിവെച്ച് ഉയർച്ച അല്ല. സഭ താഴോട്ടാണ് വന്നത്. അപ്പോസ്തലന്മാരുടെ രീതിയിൽ നിന്നും യേശു പഠിപ്പിച്ച രീതിയിൽ നിന്നും സഭ വ്യതിചലിച്ചു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പിന്നീടുള്ള തലമുറകൾ, ചരിത്രങ്ങൾ, നൂറ്റാണ്ടുകളെല്ലാം പഠിച്ചാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന തെറ്റായ ആചാരങ്ങളും ദുരാചാരങ്ങളും തെറ്റായ പ്രവണതകളും എല്ലാം സഭയ്ക്കുള്ളിൽ കയറി വന്ന് സഭയെ ലോകത്തോട് അനുരൂപമാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം അല്ലേ. അപ്പം ഇവിടെയാണ് എന്തിനായിട്ട് സഭയെ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ഒരു വിളക്ക് കത്തിച്ച് ഒരു വിളക്ക് തണ്ടിന്മേൽ വെച്ചാൽ ആ ഇരുട്ടിലിരിക്കുന്ന സകലർക്കും അത് വെളിച്ചമായിത്തീരും. അതുപോലെ ഭൂമി മൊത്തം ഇരുട്ടാണ് അല്ലേ. അന്ധകാരം കൂരിരുട്ട് ജാതികളെയും ജനതകളെയും ഭൂമിയെ മൂടിയിരിക്കുന്നു. അവിടെയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സഭ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട കാലമാണ്. സഭ ഇന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ചുറ്റും ഇത്രയും അന്ധകാരം പ്രിയപ്പെട്ടവരെ. ഒരു പട്ടണത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ലേ, നമ്മൾ എത്ര ലൈറ്റ് കത്തിച്ചാലും എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ അന്ധകാര ശക്തി പ്രവർത്തിക്കുമ്പം അവിടെ ദൈവമക്കൾ കുറച്ച് പേരുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനയും അവരുടെ ആരാധനയും അവരുടെ വെറും സാന്നിധ്യം പോലും, ദ വെരി പ്രസൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് മേക്സ് ദി ഡിഫറൻസ്. എങ്ങനെ? ഞാനൊരു വെളിച്ചത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്തും ഞാൻ ചരിക്കുന്നിടത്തും പിന്നെ അന്ധകാരം ഇല്ല. വേറെവർ ഐ ഗോ ഐ ആം ദ ലൈറ്റ് അല്ലേ. ഞാനൊരു വിളക്ക് കത്തിച്ചുകൊണ്ട് ഇരുട്ടുള്ള മുറിയിലേക്ക് ചെന്നാൽ അവിടെ മൊത്തം അങ്ങ് വെട്ടമായി. ഇതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും വെളിച്ചങ്ങളാണെങ്കിൽ ഈ അന്ധകാരം നിറഞ്ഞ ഈ പട്ടണത്തിൽ, നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ, നിങ്ങളുടെ സ്കൂളുകളിൽ അവിടെ മൊത്തം അന്ധകാരമോ, പക്ഷേ നിങ്ങളവിടെ ഉള്ളത് കൊണ്ട് അവിടെ വെളിച്ചമുണ്ട്. ഈ ഒരു ചിന്ത നിങ്ങൾക്കെല്ലാം മനസ്സിൽ വേണം പ്രിയം. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് അവിടെ മൊത്തം അന്ധകാരമാണ്, പക്ഷെ നിങ്ങളൊരു വെളിച്ചം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ അല്പം വെളിച്ചമുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രശ്നം, ഞാൻ വെളിച്ചം കൊടുക്കേണ്ടവരാണ്, പക്ഷേ വെളിച്ചം കത്തിച്ച് എവിടാ വെച്ചിരിക്കുന്നത്? പറയുക. അതിനടുത്ത് മൂടി വെച്ചാൽ എന്ത് ചെയ്യും? കട്ടിൽ കീഴ് വെച്ചാൽ എന്ത് ചെയ്യും? അത് ഉയർന്ന സ്ഥലത്ത് വയ്ക്കണം. ഇരിക്കേണ്ടടുത്ത് വെളിച്ചം ഇരിക്കണം പ്രിയപ്പെട്ടവർ. ഇന്ന് ദൈവസഭയുടെയും അവസ്ഥ ഇതാണ്. ദൈവസഭ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിക്കുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഇന്ന് ദൈവസഭയെ ഇട്ട് ചവിട്ടുന്നത്. കണ്ടോ, ദൈവസഭയെ ഇട്ട് പീഡിപ്പം. കഴിഞ്ഞ ക്രിസ്മസിന് 100-ൽ ചില്ലുവാനും പാസ്റ്റർമാർ നോർത്ത് ഇന്ത്യയിൽ ജയിലുകളിലായിരുന്നു. അവർക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി മൂവ് ചെയ്യാൻ പോലും ആരുമില്ല, അറിയാമോ? അവരുടെ എല്ലാം വീട്ടിൽ അവരുടെ ഭാര്യമാരും പിള്ളേരും അവരെന്തെങ്കിലും കഴിക്കുന്നുണ്ടോയെന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അവരുടെ സഭകൾ പൂട്ടിപ്പോയിട്ട് മാസങ്ങളായി. അവർക്ക് വരുമാനങ്ങളൊന്നുമില്ല. പല മലയാളി പാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് തിരിച്ചു വരാമെന്ന് വെച്ചാൽ നാട്ടിൽ അവർക്കിനി ഒന്നുമില്ല. ഇവിടെയുള്ളതെല്ലാം വിറ്റ് പറക്കി അവരങ്ങ് സോൾഡ് ഔട്ട്, അവരങ്ങ് പോയതാ അല്ലേ. ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയാണ് ഞങ്ങളുടെ വയൽ പ്രദേശം, ഞങ്ങൾ അങ്ങോട്ട് പോയി, ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ അവിടെ മരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയവരാണ്. പക്ഷേ അവർക്ക് തിരിച്ചു വരാൻ ഇവിടെ വീടില്ല. കോവിഡ് സമയത്ത് എനിക്കറിയാം,
ഒരു പാസ്റ്റർ നോർത്ത് ഇന്ത്യ വെച്ച് പെട്ടെന്ന് കോവിഡ് സമയത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കളും കൂടെ നാട്ടിൽ വന്നു. അന്ന് കോവിഡ് സമയമല്ലേ, അടക്കമൊന്ന് അവിടെ എങ്ങാണ്ട് കുഴിച്ചിട്ടു. ഇവരവസാനം കോവിഡിൻ്റെ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴോ ഒരു സ്പേസ് കിട്ടിയപ്പോൾ അവർ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പം അവർക്ക് താമസിക്കാൻ വീടില്ല. അവരുടെ ഈ പാസ്റ്ററിൻ്റെ സ്വന്തം സഹോദരങ്ങൾ പതുക്കെ അങ്ങ് ഒഴിഞ്ഞു. ഇനി ഇയാൾ പോയി, ഇനിയിപ്പോൾ ഇയാളുടെ ഭാര്യയും മക്കളെയും നമുക്ക് ഏക്കാൻ വയ്യ. പതുക്കെ അങ്ങ് അവരെ കൈ ഒഴിഞ്ഞു. അവസാനം ആ സഹോദരിയുടെ അപ്പനും അമ്മയും അവരൊരു ഗ്രാമത്തിലൊരു മലയുടെ മണ്ടയ്ക്കൊരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. അവസാനം അപ്പനും അമ്മയ്ക്കും മോളെ കളയാൻ പറ്റത്തില്ലല്ലോ, മോളല്ലേ വിധവയായിട്ട് വന്നത്. ഈ സഹോദരിയും 3 മക്കളെയും അവിടെ കൊണ്ട് അവർ താമസിപ്പിച്ചു. ആ കുട്ടികൾക്ക് പഠിക്കാൻ, ഈ പിള്ളേരാണെങ്കിൽ എല്ലാം നോർത്തിൽ ജനിച്ച പിള്ളേർക്ക് നേരം അത്രയ്ക്കും കൊണ്ട് മലയാളം അറിയത്തുമില്ല. പിള്ളേർ ഒരു തരത്തിലും കണക്റ്റ് ആവുന്നില്ല. ഒന്നാമത് ഈ മലമണ്ടയ്ക്കുന്നതിന് അടുത്തൊരു സ്കൂളിൽ പോകാൻ ദൂരം, കുട്ടികൾക്കാണെങ്കിൽ ഭാഷ അറിയത്തില്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. ഈ അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ അവരും പാവങ്ങൾ വലിയ, അവർ തന്നെ ജീവിക്കാൻ കഷ്ടപ്പെടുക. ഒരു മോളെ ഒരു സുവിശേഷ വേലക്കാരന് കെട്ടിച്ചു കൊടുത്തു. അവർ വലിയ കാര്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോയി കുറേ വർഷങ്ങൾ അവിടെ കർത്താവിനെ സേവിച്ചു. പക്ഷേ ഒരു കോവിഡ് സമയത്ത് അങ്ങേരും മരിച്ചുപോയി. ആ സഭയ്ക്കും ഇവരെ നിർത്താനുള്ള കാര്യം. കാരണം എന്ത് പറ്റിയെന്നറിയാമോ, ആ സഭ ആ പാസ്റ്റർ മരിച്ചു കഴിഞ്ഞപ്പം അടുത്ത ആഴ്ച അവർ വേറൊരു പാസ്റ്റർ അവിടെ ആക്കി. കാരണം അവർക്കിനി ഈ ഭാരം ചുമക്കാൻ വയ്യ. അവർക്ക് ഞായറാഴ്ച നിൽക്കാനൊരു പാസ്റ്റർ വേണം. അവരൊരാളിനെ ഒപ്പിച്ചു. എങ്കിൽ ഈ സ്ത്രീയും മക്കളും എന്ത് ചെയ്യണമെന്ന് ആ സഭക്കാർക്ക് പോലുമില്ല. അവർ ഒരു പണപ്പിരിവ് എടുത്ത് ഒരു കവർ കൈ കൊടുത്തിട്ട് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ആ വീടൊന്ന് ഒഴിയണേ, അടുത്ത ആൾ വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ നാട്ടിൽ വന്നത്. അവരെ പോയി, എൻ്റെ ഒരു സ്നേഹിതൻ പോയി ആ മലമണ്ടയ്ക്ക് പോയി ഇവരെ കണ്ടേച്ച് അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിച്ച് സങ്കടത്തിൽ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പോയൊരു ദൈവദാസനാണ്. പക്ഷേ താൻ അവിടെ വെച്ച് മരിച്ചു. തൻ്റെ ഭാര്യയും 3 കുട്ടികൾ അനാഥരെ പോലെ നമ്മുടെ കേരളത്തിൽ വന്ന് ഒരു ഗ്രാമം, ഞാൻ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഇത് കഴിഞ്ഞിട്ട് വന്ന് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ സ്ഥലം എവിടെയാണ്. അന്ന് നിങ്ങളാരും അറിഞ്ഞില്ല. ആ കോവിഡ് സമയത്ത് ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നൊരു കുടുംബം എന്നെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇന്ന് ഞാൻ ഈ കഥ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഒരു കുടുംബം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതാരാ, എന്താ, ഒരു സഹായം ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞാൻ ഡീറ്റെയിൽ എടുത്തു തരാം. എടുത്ത് ഒരു ചെറിയ സഹായം അന്നത്തെ കാലത്ത് ഒരു കുടുംബം പെട്ടെന്ന് 1 ലക്ഷം രൂപ അയച്ചു കൊടുത്തു ആ കുട്ടികളുടെ പഠിത്തത്തിനും. അതും കൊണ്ട് അവർ പിന്നെ താഴോട്ട് മാറി ഒരു സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഒരു കൊച്ചു വാടക വീടെടുത്ത് ആ സഹോദരിയും 3 കുഞ്ഞുങ്ങളും അവിടെ താമസമായി. എന്നാൽ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വളർന്ന് കാണും. കാര്യം ഇപ്പം കോവിഡ് കഴിഞ്ഞിട്ട് 5 വർഷമായി. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ കഷ്ടപ്പെടുന്ന മലയാളി ദൈവദാസന്മാർ തന്നെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര കംഫർട്ടായിട്ടാണ് ഇവിടെയൊക്കെ കഴിയുന്നത്. കോവിഡ് സമയത്ത് ഇതുപോലെ മരിച്ചുപോയ എത്രയോ പാസ്റ്റർമാരുണ്ട്. അവരുടെ എല്ലാ ഭാര്യമാരും മക്കൾ എന്തായി തീർന്നു നമ്മൾ തിരക്കിയിട്ട് പോലുമില്ല, അല്ലേ? കേരളത്തിലെ സഭ ചെയ്യേണ്ടതുപോലെ അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ വേദനയോട് പറയാം, ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വരരുത്. അപ്പം ഇവിടെ എന്തിനായിട്ട് സഭയെ ഭൂമിയിലാക്കി വെച്ചു? വാട്ട് ഇസ് ദ പർപ്പസ് ദാറ്റ് വി ആർ കെപ്റ്റ് ഹിയർ, അല്ലേ? അത് മനസ്സിലാക്കാതെയാണ് ഞായറാഴ്ച കൂടുന്ന ഒരു കൂട്ടമായിട്ട് മാത്രം സഭ അധപ്പതിച്ചു പോയി. അതേ വാക്കാണ് ഞാൻ പറയുന്നത്, അല്ലേ? ചർച്ച് ഹാസ് ഡീജനറേറ്റഡ് ടു ദാറ്റ് ലെവൽ. ഇറ്റ് ഹാസ് ഓൺലി ബിക്കം എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ഓൺ എ സൺഡേ മോർണിംഗ് ഇൻ എ പെർട്ടിക്കുലർ ബിൽഡിംഗ്. ഒരു പ്രത്യേക കെട്ടിടത്തിൽ ഞായറാഴ്ച കൂടി വന്ന് ഇങ്ങനെ കുറേ ബഹളം വെച്ച് ആരാധിച്ച് ഈ കുറഞ്ഞൊരു വചനമൊക്കെ കേട്ട് പോകുന്ന ഒരു കൂട്ടായ്മയായിട്ട് മാത്രം സഭയങ്ങ് അധപ്പതിച്ചു. അല്ല, സഭയെ ദൈവം വെച്ചിരിക്കുന്നത് ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കാൻ മാത്രമല്ല. അത് നാണയത്തിൻ്റെ ഒരു വശം. നാണയത്തിന് മറുവശമുണ്ട്. എന്താണ്? ഈ ഭൂമിയിൽ സാക്ഷികളായി ജീവിക്കുവാനും ഭൂമിയുടെ അറ്റത്തോളം പോയി ഈ സുവിശേഷം പങ്കുവെച്ച് എന്ത് ചെയ്തു വിശ്വസിക്കുന്നവരെ രക്ഷയിലേക്ക് നടത്തുവാനും അവരെ ദൈവവചനപ്രകാരമുള്ള എല്ലാ ദൈവകൽപ്പനകളിലേക്കും അവരെ വഴി നടത്തുവാനും കർത്താവിൻ്റെ വരവിനായി അവരെ ഒരുക്കുവാനും നിത്യതയിൽ അവർ കാണപ്പെടുവാനുമാണ്. ഇത്രയും കാര്യങ്ങളാണ് സഭ ചെയ്യേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആലോചിച്ച് നോക്കിയേ, എത്ര സഭ ഇത് ചെയ്യുന്നുണ്ട്. കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. 2025 താണ്ട് കഴിഞ്ഞു. 25 ഞാൻ ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞു എന്ന് പറയുന്നവരും, അടുത്തത് ഞാൻ ഒരാളെങ്കിലും കർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്നവരും കൈ പൊക്കണ്ട. ഞാനിപ്പം കൈ പൊക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നാണിച്ചായി തലേ. സൗകര്യമാര് നിങ്ങൾക്ക് ഈ തലയിൽ കൂടെ തുണിയെങ്കിലും ഇടും, ഞങ്ങളെന്തോന്ന് എടുത്തിടും, അല്ലേ? അടുത്ത ആഴ്ചയോട്ട് നമുക്കും ഒരു ദുപ്പട്ട കൊണ്ടുവരാം. എന്താണ്? സ്കാർഫ്.
സത്യം പറഞ്ഞാൽ കേരളത്തിലെ സഭ തലേ തുണിയിട്ടുകൊണ്ട് നടക്കണം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 25 ഒരാളോട് യേശുവിനെ പറ്റി നമ്മൾ പറഞ്ഞോ? അല്ലേ? ഒരാളെ കർത്താവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു? അല്ലേ? എന്നും കൊന്നും നമ്മൾ മാത്രം ഓട്ട് അല്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, വി ഹാവ് ഫോർഗോട്ടൺ ദ വെരി പർപ്പസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ചേർച്ച്. എന്തിനായിട്ട് ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നു? കുറേ പേർക്ക് വന്ന സമയം മുതലങ്ങ് തീരുന്നവരെ എന്ത് ചെയ്യണം? ആരാധിച്ചിങ്ങനെ സ്പ്രിങ്ങി നിൽക്കണം. അതിനനുസരിച്ചുള്ള വർഷിപ്പ് ലീഡേഴ്സും അതിനനുസരിച്ച്. പണ്ടാണെങ്കിൽ ഒരു പാവം തമ്പേർ മാത്രമേ ഉള്ളൂ, അതിട്ട് അടിച്ച് പൊട്ടിക്കുമ്പം ഇങ്ങനെ തുള്ളി നിൽക്കാം. ഇന്ന് അതുപോലെ, ഇന്ന് തമ്പേർ മാത്രമില്ല, അതിനെക്കാട്ടും നല്ല സൂപ്പർ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ വെച്ച് ഒരു പെരുക്ക് പെരുക്കുകയാണല്ലോ, നിങ്ങളൊക്കെ ഇങ്ങനെ മുള്ളി നിൽക്കും. ഇവിടെ മനഃപൂർവ്വമാണ് ഈ പെരുക്കാത്തത്. എന്താണെന്നറിയാമോ? അതിനു വേണ്ടി അല്ല ദൈവസഭ. അത് ദൈവസഭയുടെ ഫങ്ഷൻസിൽ ഒരു ഭാഗം മാത്രം. ഈ 4 ചുവരുകൾക്കകത്തല്ല കസർത്ത് കാണിക്കേണ്ടത്, പുറത്തേക്ക് സാക്ഷിയായിട്ട് പോകണം പ്രിയപ്പെട്ടവരെ. പുറത്തു പോയി യേശുവിൻ്റെ സാക്ഷിയാവണം അല്ലേ? നമ്മൾ ഭൂമിക്ക് ഉപ്പും ലോകത്തിന് വെളിച്ചവും. ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നിട്ട് ചവിട്ടും. ഇന്ന് സോഷ്യൽ മീഡിയയിലിട്ട് ചവിട്ട് കണ്ടോ? ഉള്ള പാസ്റ്റർമാരെയൊക്കെ ഇട്ട് ചവിട്ടും. അവരുടെ മുമ്പേ പോയിരിക്കുന്ന കുറേ മൊണ്ണ. നിങ്ങളെയൊക്കെ പറയുന്ന നല്ലൊരു വാക്കുണ്ട് സോഷ്യൽ മീഡിയയിലേ, പോയി കേട്ടു നോക്ക്, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ മൊണ്ണ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞ ആരാ? നെഞ്ചി കൈവച്ചിട്ട് പറഞ്ഞ ഞാനാന്ന് ആണോ? അല്ല. ദയവ് ചെയ്ത് ആ മൊണ്ണ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിങ്ങളാരും പെടരുത് പ്രിയപ്പെട്ടവരെ. അല്ല, ഇന്ന് അങ്ങനെ കുറേ മൊണ്ണ വിശ്വാസികൾക്ക് ഇങ്ങനൊരു സഭ മതി. എന്തിനാണ്? വന്ന സമയം മുതൽ പോകുന്നതുവരെയും ഞാനന്ന് ഇരുന്നിട്ടില്ല. എന്താണ്? മുള്ളിലായിരുന്നു. എന്തു പറ്റി? അങ്ങ് ആരാധിപ്പിച്ച് അങ്ങ് ഏറെ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ചോദ്യം, ഈ ഏറെയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ടല്ലേ പോകുന്നത്? നാളെ ജോലിക്കല്ലേ പോകുന്നത്? സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? അവിടെ എൻ്റെ സാക്ഷ്യം എന്താ? അവിടെ ഞാൻ ആരോടെങ്കിലും യേശുവിനെ പറ്റി പറഞ്ഞ് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്നു? അങ്ങനൊരു സമൂഹം ഇവിടെ മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലും നടന്നു പോകുന്ന വഴിയെല്ലാം കർത്താവേ, ഞാൻ ഈ ദേശത്തിന് വേണ്ടി, ഞാൻ ഈ തെരുവിന് വേണ്ടി, ഞാൻ ഈ ഇടതുപത്താണ്ട് എല്ലാ വീടുകൾക്ക് വേണ്ടി, ഞാൻ കർത്താവ് ഈ വീടുകൾക്ക് വേണ്ടി, കർത്താവെ ആ സ്ഥാപനത്തിന് വേണ്ടി, അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, കർത്താവെ ഞങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി, കർത്താവെ ഞങ്ങളുടെ ഈ ദേശത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് കൈ 4 ഭാഗം ഒന്ന് ഉയർത്തി നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറെങ്കിലും ഉണ്ടോ? അങ്ങനെ ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ സഭയെ ദൈവം വെച്ചിരിക്കുന്നത്. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നെണീറ്റ് വന്ന് പാടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാട്ട് പാടും. ഞാൻ പറയട്ടെ, ഇന്ന് മനമേ പക്ഷിഗണം എവിടെ ഇരിക്കുന്നു? നിങ്ങൾ ഏറ്റവും ഒടുവിലൊരു പക്ഷിയുടെ ചിലപ്പ് കിട്ടത്ര. നിങ്ങളുടെ വീട്ടിലെ ലവ് ബേർഡ്സിൻ്റെ കാര്യമല്ല, അല്ലാതെ ഒരു കാക്കയുടെ കരച്ചിൽ പോലും കേൾക്കാനില്ലല്ലോ. അല്ല, ഈ പട്ടണത്തിൽ താമസിക്കുന്ന ഞാനൊക്കെ കുഞ്ഞുനാളിലൊക്കെ ഞാനിപ്പോൾ നന്തൻകോട്ടാണ് താമസിച്ചത്. രാവിലെ മറ്റേ കാഴ്ചമംഗലത്തെ സിംഹത്തിൻ്റെ അലർച്ച കേട്ടുകൊണ്ടാണ് എണീക്കുന്നത്. ഇപ്പോഴും എൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് അത് കേൾക്കാം അല്ലേ? ഇതുപോലെ പട്ടിയുടെ കോരയും കോഴിയുടെ കോലും ഈ പറഞ്ഞ പോലെ കാക്കയുടെ കരച്ചിലും അല്ലേ, ഈ പശുവിൻ്റെ വിളി, ഇതെല്ലാം കേട്ടാണ് നമ്മൾ കരഞ്ഞത്. പിന്നെ മുറ്റത്ത് വന്നിട്ട് അമ്മ വെല്ലം തരണേ. സത്യം പറഞ്ഞാൽ ആ പിച്ചക്കാരൻ്റെ വിളിയാക്കാൻ കൊതിയാവുന്നു. ഞാനൊക്കെ തിരുവനന്തപുരത്ത് 10-60 വർഷത്തിൽ കൂടുതൽ താമസിക്കുന്ന ആളാണ്. ഇതൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നത്. ഇന്നത്തെ പിള്ളേർ ഇതുവല്ലം കേൾക്കുന്ന ആലോചിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് കൊണ്ടായിരുന്ന ആ ഭാഗ്യമൊന്നും ഈ പിള്ളേർക്കൊന്നുമില്ല. എനിക്ക് ഈ പിള്ളേരെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. ഐ ഫീൽ പിറ്റി. അവർക്ക് ആ കൂടി വീഡിയോ ഗെയിംസും കമ്പ്യൂട്ടർ ഗെയിംസും കുറേ അല്ലേ, റിയൽ വേൾഡുമായിട്ട് യാതൊരു ബന്ധവും ഇന്നത്തെ കുട്ടികൾക്കില്ല. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ദൗത്യത്തിനായിട്ടാണ് ഭൂമിയിൽ ദൈവം സഭയാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാ? അവർ സാക്ഷികളായി ഈ വചനപ്രകാരം ജീവിക്കണം. അവർ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി അവരാക്കിയിരിക്കുന്നിടത്തൊക്കെയും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണെന്നുള്ള തൻ്റെ ഇടത്തിൽ പോകണം. ഐ എം എൻ അംബാസഡർ ഫോർ ക്രൈസ്റ്റ്. യേശുവിൻ്റെ സ്ഥാനാപതിയാണ് എന്നുള്ള ഒരു നല്ല ഉറപ്പും ബോധ്യവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അപ്പം എന്തിനായിട്ട് സഭയെ ഭൂമിയിൽ നിർത്തി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? സൗകര്യപൂർവ്വം മറന്നുപോയി പ്രിയപ്പെട്ടു. ഞാൻ ഇത്ര ശാന്തമായിട്ട് പറയുന്നത്, ഇതിലൂടെ ദയവായി നമ്മുടെ ആ ദൗത്യം മനസ്സിലാക്കി നമ്മൾ ഏറ്റെടുത്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങണം പ്രിയപ്പെട്ടവരെ. ഇല്ല, വി ആർ വെരി ഇൻസെൻസിറ്റീവ് ടു ദ ടൈംസ്. ഇന്നത്തെ ഈ കാലഘട്ടത്തോട് നമ്മൾ ഒട്ടും സെൻസിറ്റീവ് അല്ല. എന്താണ് ദൈവം ചെയ്യുന്നത്? ബൈബിളിലൊരു കൂട്ടരെ പറ്റി പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ കാലജ്ഞന്മാരായിരുന്നു എന്നാണ് മലയാളം വാക്യം. പക്ഷേ ദ സൺസ് ഓഫ് ഇസാഖാർ അല്ലേ, ഇസാഖാര്യരിൽ അവർ കാലജ്ഞന്മാരായിരുന്നു എന്നാണ്. പക്ഷേ ബൈബിളിൽ ദേ ന്യൂ ആൻഡ് ദേ കുഡ് ഡിസേൺ ദ ടൈംസ് എന്നാണ്. എന്താണ്? കാലങ്ങളെ വിവേചിച്ചെടുക്കാനുള്ളൊരു വലിയ കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു.
ഞാൻ ചോദിച്ചോട്ടെ, കാലങ്ങളെ വിവേചിക്കാൻ ഒരു പ്രത്യേക കൂട്ടർക്ക് പഴയ നിയമത്തിലൊരു കൃപയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മാൻ്റെ കൃപകളും വരങ്ങളും അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തെ എന്നത്തെക്കാട്ടിലുപരി വിവേചിച്ചെടുക്കുവാൻ നമുക്ക് കഴിയണം. എത്ര പേരാണ് രാമയും പറയും? വി ഷുഡ് ബി ഡിസേണിങ് ദ ടൈംസ് ഇൻ വിച്ച് വി ലിവ് നൗ. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ വിവേചിക്കേണ്ടത് മറ്റാരുമല്ല, അത് ദൈവമക്കളാണ്, അത് ദൈവസഭയാണ്, അല്ലേ? ഓരോ ദേശത്തെയും ദൈവസഭ അത് വിവേചിച്ച് അതിനനുസരിച്ച് ഉയരേണ്ടതാണ്. ഞാൻ എത്ര പ്രസംഗിച്ചാലും ആവേശം വരുന്നില്ല. എന്നോട് കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരന്മാരോട് ചോദിച്ചു, പാസ്റ്റർക്ക് എന്താ പ്രശ്നം? ഇവിടെ ഒരു അനക്കവും ഇല്ല, പക്ഷേ പുറത്ത് പോയപ്പോൾ പുള്ളിക്ക് വലിയ അനക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു മൈക്കിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ മൈക്ക് ഒട്ടും കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഒരു ഉണർവ് വരാത്തത്. പക്ഷേ പവർ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഭയങ്കര ഉണർവ്. ഞാൻ പറഞ്ഞു അവിടുത്തെ മൈക്കിൻ്റെ ഗുണമോ അല്ലേ? പക്ഷേ മൈക്കല്ല ഇവിടെ വിഷയം, പറയാനുള്ള സന്ദേശം പറഞ്ഞല്ലേ പറ്റൂ. അടുത്തത് ഏറ്റവും വലിയൊരു വളരെ അപകടകരമായൊരു കാര്യം, ദ ചേർച്ച്, ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ ചേർച്ച് ടുഡേ എന്ന് പറഞ്ഞാൽ ഇഗ്നറൻസ് ഓഫ് ആബ്സല്യൂട്ട്സ്. എന്താണ്? ചില പരമമായ സത്യങ്ങളുണ്ട്, ചില വാസ്തവമായ കാര്യങ്ങൾ, ചില സംശയരഹിതമായ കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ആബ്സല്യൂട്ട്സ്, സംശയം വേണ്ട, അത് സത്യമാണ്, അതാണ് പരമമായത്. എന്താണ്? ജഡ്ജ്മെൻറ്റ്, വരുവാനുള്ള ന്യായവിധി. പറഞ്ഞേ, വരുവാനുള്ള ന്യായവിധി. ഇന്ന് എത്ര സഭയിൽ അതിനെപ്പറ്റിയൊരു പ്രസംഗമുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഇതിനെപ്പറ്റി ഏറ്റവും ഒടുവിലൊരു പ്രസംഗം കേട്ടതെന്നാ? വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ഹേർഡ് എ സെർമൺ ഓൺ ദ എറ്റേണൽ ജഡ്ജ്മെൻറ്റ്? നിത്യ ന്യായവിധിയെക്കുറിച്ചൊരു പ്രസംഗം എന്നാണ് കേട്ടത്. നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗമൊക്കെ എന്താണ്? ഓ വരുന്നുണ്ട്. എന്താണ്? നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, 2026. മകനെ കുറിച്ചിട്ടുകൊള്ളുക, അടിവെച്ച് കയറ്റമാണ്, അടിവെച്ച് നിന്നെ ശത്രു തോൽപ്പിക്കുകയില്ല. നിൻ്റെ തല മുതൽ ഉച്ചി മുതൽ. കണ്ടോ, നിങ്ങളിപ്പം തന്നെ ഉണർന്നു. ഞാൻ ധൂപക്കുറ്റി വീശിയതൊന്നുമല്ല, ആത്മാവ് ഇറങ്ങിയതാ. ഒരിക്കൽ ഞാൻ കൊല്ലത്തിനടുത്ത് കുണ്ട്രയ്ക്കടുത്ത് ഒരു അടക്കം നടത്താൻ പോയി. അപ്പം അടക്കം വെച്ചിട്ട് നീണ്ടുപോയി, ഒത്തിരി വലിയ ആളായിരുന്നു. അപ്പം ഒരു മണിക്കെന്തോ ബോഡി എടുക്കുമെന്ന് പറഞ്ഞാൽ അവസാനം 2 മണിയായി. അങ്ങനൊരു കൊണ്ടെടുത്ത് കൊണ്ടുവച്ച് ആ കുഴിക്കരയിൽ നിന്ന്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ക്ഷീണം, 2 മണിയായി, വിശക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവസാനം കുഴിക്കരയിൽ നിന്ന് പൊട്ടി അങ്ങോട്ട് വെച്ചിട്ട് കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു. കൈ ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉടനെ ഒരാൾ കണ്ടേച്ച് തട്ടിയേച്ച്, അഭിഷിക്തൻ കൈ വിറയ്ക്കുന്നു. അപ്പോൾ ഇതൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിന്നേ, പുള്ളി വാരിക്കുന്നതല്ല, പുള്ളിയുടെ കൈ കണ്ടോ വിറയ്ക്കുന്നു. ഇപ്പോഴാണ് എനിക്കൊന്ന് പുള്ളി കുഴി വെച്ചപ്പോഴായിരിക്കും പുള്ളിക്ക് അഭിഷേകം വന്നത്. ഞാൻ പറയാനുള്ളൂ, ഇത് അഭിഷേകമൊന്നുമില്ല, എനിക്ക് വിശക്കുന്നു. മണി 2-2:30 രാവിലെ കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവർ പിന്നൊന്നും കിട്ടിയില്ല. അപ്പം ഇതാണ് സത്യം, അല്ലേ? ഇന്ന് സത്യം പറഞ്ഞാൽ ഈ കൈവറയിലൊക്കെ കാണിച്ച ആൾക്കാരെ വിരട്ടാൻ കൊള്ളാം, പക്ഷെ അതൊന്നുമല്ല ആവശ്യം. നമുക്ക് ഇവിടെ അല്ല, കൈയല്ല വിറയ്ക്കേണ്ടത്. അവർ ഹാർട്ട് ഷുഡ് ട്രംബിൾ. എന്താണ്? എൻ്റെ ഹൃദയം വിറയ്ക്കണം. എൻ്റെ ഹൃദയത്തിനുള്ളിലൊരു വിറയലുണ്ടാണ്. എന്ത് ചിന്തിക്കുമ്പോഴാണ്? അഭിഷേകത്തെ ചിന്തിക്കുമ്പോഴല്ല. അഭിഷേകം വിറപ്പിക്കുന്നത് പോട്ടെ, ഇവിടെ വരുവാനുള്ള ന്യായവിധിയെപ്പറ്റി ചിന്തിക്കുമ്പം എനിക്ക് അകത്തൊരു എന്താ പറഞ്ഞേ, ഒരു കൊള്ളിയാൻ മിന്നണം, അല്ലെങ്കിൽ ഒരു ഇടിവാൾ ഇവിടെ വെട്ടണം. അപ്പോഴാണ് നമുക്ക് ദൈവഭയം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, വരുവാനുള്ള ന്യായവിധി. 2, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. അത് ആബ്സല്യൂട്ടാണ്, അല്ലേ? നമുക്ക് ഉറപ്പിക്കാം, കർത്താവ് യേശു മടങ്ങി വരും. റഷ്യയും ഉക്രൈനും യുദ്ധം നിർത്തുമെന്നോ, പലസ്തീനും ഇസ്രായേലും തമ്മിൽ എന്തൊക്കെയാവുമെന്നോ, അമേരിക്ക ട്രംപിൻ്റെ കാര്യം എന്താവുമെന്നോ, ചൈനയും ഇന്ത്യയും തമ്മിൽ ഇതൊന്നും നമുക്കറിയത്തില്ല. ആബ്സല്യൂട്ട്സ് ഒന്നുമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ ആബ്സല്യൂട്ട് ഒരു കാര്യമുണ്ട്. എന്താണ്? യേശു വീണ്ടും വരും, ഉറപ്പാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഇനി വീണ്ടും വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന യേശുവിൻ്റെ വരവിനായി ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? വരവിനായി തൻ വചനം പോലെ
നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവൻ്റെ വരവിനായി അവൻ്റെ വചനം പോലെ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ആ പാട്ടുകളുടെയൊക്കെ അർത്ഥം എന്ത് മനോഹരമാണ്. എണ്ണയുണ്ടോ നിൻവിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമായിരിക്കുന്നു. ഇതുപോലത്തെ പാട്ടൊക്കെ ഇന്നത്തെ പുതിയ പിള്ളേരൊക്കെ എഴുതുമോ? അവരൊരു ഗിറ്റാറുമായിട്ട് പൈൻ മരങ്ങൾക്കിടയിൽ പോയിരുന്ന് ഞാൻ എൻ്റെ പ്രാണപ്രിയനെ, ആരും കുറ്റം പറയല്ലേ അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ ലവ് സോങ്ങും പാടിപ്പാടി എത്ര നാൾ ജീവിക്കും? നമ്മൾ അന്യോന്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കണം, ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് വന്നോ പോവോ? കർത്താവിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ന്യായവിധി നാളിൽ നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ലജ്ജയ്ക്കായി അവിടെ ചെന്ന് നിൽക്കേണ്ടി വരുമോ? നല്ലവന് വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി നീ കേൾക്കുമോ? ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവർ ആബ്സല്യൂട്ട്സ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. കാര്യം നിത്യ ന്യായവിധി, അടുത്തത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്. ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ. അല്ലാത്ത കാര്യങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത നില വയ്ക്കുമെന്നോ, ഈ പറഞ്ഞ പോലെ അതൊക്കെ അല്ലേലും വയ്ക്കുമെന്ന്, അതിന് വാഗ്ദത്വമൊന്നും വേണ്ട. അതൊക്കെ ദൈവത്തിൻ്റെ നീതി, ദൈവം ചെയ്യും. ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അത് പോട്ടെ. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൽ എനിക്ക് അവൻ്റെ കൂടെ എടുത്തുകൊള്ളപ്പെടണം. 2, അവൻ്റെ മുമ്പിൽ ന്യായവിധി ദിവസത്തിൽ ഞാൻ ചെന്ന് ലജ്ജയ്ക്കായിട്ടല്ല, പകരം പ്രതിഫലങ്ങൾ അവൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ നിന്ന് വാങ്ങിക്കും, അല്ലേ? അന്നാളിൽ അവൻ പ്രതിഫലങ്ങൾ നൽകും എന്ന് പറഞ്ഞ പോലെ പ്രതിഫലത്തിന് വേണ്ടി പോയി നിൽക്കണം. അപ്പോൾ തിരിച്ച് മൊർദെഖായിലായിട്ടൊന്ന് വരാം. എസ്തറിനോട് പറഞ്ഞത്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ. അവൾക്ക് മിണ്ടാതിരിക്കാൻ പല കാരണമുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ 30 ദിവസമായിട്ട് അവൾ രാജാവിൻ്റെ മുമ്പിൽ പോയിട്ടില്ല. ഇനി അടുത്ത വാക്യം നേരത്തെ വായിച്ചേ, നീ ഈ സമയത്ത്, അത് കഴിഞ്ഞ് അടുത്ത വാക്യം 15-ാം വാക്യം. അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിൽ ഉള്ള എല്ലാ യഹൂദന്മാരെയും. ശരി, അത് നമുക്ക് അവളുടെ ആ ബുദ്ധി നമുക്കറിയാം. അവൾ വളരെ ജ്ഞാനത്തോടെ അവളെ ഹാൻഡിൽ ചെയ്തു. പക്ഷേ അതിനകത്ത് വേറൊരു വാക്യം കൂടെ എന്താണെന്നറിയാമോ? ഇങ്ങനൊരു സമയത്തേക്കല്ലയോ നിന്നെ രാജധാനിയിൽ ദൈവം കൊണ്ടാക്കിയത്. ഇറ്റ് ഈസ് ഫോർ സച്ച് എ ടൈം ലൈക്ക് ദിസ് യു ആർ ഹിയർ. ആ ഒരു പോയിന്റ് മനസ്സിലാക്കണം. ഈ സമയത്തേക്ക് ദൈവം ഇപ്പം നിന്നെ ആക്കിയിരിക്കുന്നത്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ദൈവം രക്ഷ യഹൂദന്മാർക്ക് വേറെ വഴി കൂടെ കൊണ്ടുവരും. പക്ഷെ നിനക്കതിനകത്ത് യാതൊരു, നീ നിൻ്റെ കുടുംബവും നശിച്ചു പോകുമെന്ന് തന്നെ. ആ വാക്യം എടുത്തിട്ടൊന്ന് വായിച്ചേ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും. ഇത് ഓർത്തോണം. ഡോണ്ട് തിങ്ക് ദാറ്റ് ഓൺലി യു ക്യാൻ ബി യൂസ്ഡ് ബൈ ഗോഡ്. നോ, ദൈവം നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ദൗത്യം ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ പതുക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് അടുത്ത ആളിനെ എടുക്കും. അത് ഞാനെപ്പോഴും പണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയും, ഗോഡ് ബൈപ്പാസസ്, അല്ലേ? ദൈവം ഒരാളെ ശൗലിനെ ഒഴിവാക്കിയിട്ട് ദാവീദിനെ എടുത്തു, ഏശാവിനെ ഒഴിവാക്കിയിട്ട് യാക്കോബിനെ എടുത്തു, കയീനെ ഒഴിവാക്കിയിട്ട് ഹാബേലിനെ എടുത്തു. ദൈവത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദൈവം അങ്ങ് അടുത്ത ആളിൻ്റെ അടുക്കാൻ പോകും. എന്നും നമ്മുടെ പറയാൻ നടക്കത്തില്ല. ഈ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ രക്ഷയും ഉദ്ധാരണവും മറ്റൊരു സ്ഥാനത്ത് നിന്ന് വരും. പക്ഷെ നീ നിൻ്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലയോ? 2025 രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഓരോരുത്തരോടും ഞാൻ പറയാം, ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ കർത്താവ് രക്ഷിച്ച് ഒരു കൂട്ടായ്മയിലാക്കിയിരിക്കുന്നുവെങ്കിൽ, ഒരു രക്ഷിക്കപ്പെട്ട കുടുംബത്തിലേക്ക് നിങ്ങളെ കെട്ടിച്ചു കൊണ്ടുവന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ കുടുംബത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചത്. ഇങ്ങനൊരു കാലത്തേക്കാണ്. എങ്ങനൊരു കാലം? രക്ഷയും ഉദ്ധാരണവും വരണം. അതിന് ദൈവം കണ്ടിരിക്കുന്നൊരു വഴി ആരാണ്? എന്നെയും നിങ്ങളെയാ പ്രിയപ്പെട്ടവരെ. അത് നല്ലവണ്ണം ഓർക്കണം. ശരി, അവിടെ ഫോർ എ ടൈം സച്ച് ആസ് ദിസ്. പെട്ടെന്ന് എസ്തേറിന് കാര്യം മനസ്സിലായി. അവളൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഒരു റിസ്ക് എടുത്ത് ഞാൻ പോവാം. ഞാൻ പോയ പ്രശ്നമാണ്. രാജാവിൻ്റെ മുമ്പ് അങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല, ഇല്ല. ചിലപ്പോൾ എൻ്റെ ജീവൻ തന്നെ പോയെന്നിരിക്കും. പക്ഷേ ഷീ റെസ്പോണ്ടഡ് ഇൻ ഒബീഡിയൻസ് ഈവൻ ഇഫ് ഇറ്റ് കോസ്റ്റ് ഹെർ ലൈഫ്. എൻ്റെ ജീവൻ പോയാലും സാരമില്ല,
ഞാനൊരു കാര്യം ചെയ്യാം, എമർജൻസി അല്ലേ, ഞാൻ പോകാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, നിങ്ങളൊക്കെ ഉപവസിക്കണം, നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, ദൈവത്തിൽ നെടുമ്പാട് വീണ് കിടക്കണം. ഞാൻ പോകാം, ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ പോകാം എന്നും പറഞ്ഞ് അവൾ പോയിട്ട് എന്ത് ചെയ്തു? ദൈവം രാജാവിൻ്റെ ഹൃദയം തുറന്നു. എസ്തേർ രാജ്ഞിയെ എന്താ വേണ്ടിയേ? വാ പറ, എന്താ വേണ്ടിയേ? രാജ്യത്തിൻ്റെ പകുതി മതിയോ? അയാളൊരു മൊണ്ണൻ രാജാവ്. ഈ രാജ്യത്തിൻ്റെ പകുതി ഒന്നും നമുക്ക് വേണ്ട. ഇന്ന് നമ്മളായിരുന്നെങ്കിലും അയ്യോ അത് മതി, അയ്യോ പോവാം, ചെന്ന കാര്യം വേറെന്തോ പറയാനാ. പക്ഷേ രാജ്യത്തിൻ്റെ പകുതി തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചെന്ന കാര്യം മറന്നു, രാജ്യത്തിൻ്റെ പകുതിയും കൊണ്ടുവന്നു. ഇതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ അവൾ എന്തിനാ പോയെന്ന് നമുക്കറിയാം. അവളത് അവതരിപ്പിച്ചു. എന്തു പറ്റി? ആര് എന്തൊക്കെ കുരുക്ക് അവിടെ ഒപ്പിച്ചോ, അയാളെ എന്ത് ചെയ്തു? ആ കഴുമരത്തി തൂക്കിക്കൊന്നു. ആ കഥയൊക്കെ നമുക്ക് കൊച്ചുപിള്ളേർക്ക് വരെ അറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, വാട്ട് ഈസ് ഗോഡ് അപ് ടു ഇൻ അവർ സിറ്റി? ഈ പട്ടണത്തിൽ എൻ്റെ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ഈ പട്ടണത്തിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു? നമ്മുടെ പുതിയ മേയർ ഇന്നലെ തൊട്ട് തന്നെ പറഞ്ഞു തുടങ്ങി അല്ലേ? അങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ, മേയറിനായിട്ട് ദൈവത്തിന് സ്തോത്രം. നമുക്കിന്ന് മേയറിന് വേണ്ടിയും പുതിയ കൗൺസിൽ അംഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം ഇത് കഴിഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവം മേയറിലൂടെ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, നമ്മുടെ മന്ത്രിസഭയിൽ കൂടെ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം, ദൈവം ഈ പട്ടണത്തിൽ എന്തൊക്കെ ചെയ്യണം? പക്ഷേ അത് ആരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടേ ദൈവം ചെയ്യുള്ളൂ? എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടേ ചെയ്യത്തുള്ളൂ. ദൈവത്തിനൊരു ചെറിയ വീക്ക്നെസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഗോഡ് ഓൾവേസ് ഡസ് തിങ്സ് ആസ് എൻ ആൻസർ ടു സം വൺസ് പ്രെയർ. എന്താണ്? ദൈവത്തിന് നേരിട്ടങ്ങ് ചെയ്താൽ പോരെ? ദൈവം അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ എന്താ ചെയ്യാത്തത്? ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. അയ്യോ ഇല്ല, റിട്ട് ഹർജി എന്താണ്, ചില ഹൈക്കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാർഡിൽ നിങ്ങൾ എഴുതി ഹൈക്കോടതിയിൽ ഇട്ടാലും അതൊരു ഹർജിയായിട്ടങ്ങ് വേണേൽ എടുക്കാം. എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം പ്രവർത്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ പട്ടണത്തിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുമോ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പട്ടണത്തിൽ ദൈവം പ്രവർത്തിക്കും അല്ലേ? നമ്മുടെ പട്ടണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അവർ നേഷൻ, നമ്മുടെ രാഷ്ട്രം മുഴുവനും, നമ്മുടെ കുടുംബം അല്ലേ, നമ്മുടെ സമൂഹങ്ങൾക്കെല്ലാം വേണ്ടി ഞാനും നിങ്ങളും പ്രത്യേകിച്ച് സഭയായി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുമെങ്കിൽ മാത്രം ചെയ്തിരുന്നെങ്കിൽ വലിയ ദൈവപ്രവൃത്തികൾ കണ്ടേനെ. ഓർക്കണം, ദൈവം നമ്മളെ രക്ഷിച്ചത് ജസ്റ്റ് നോട്ട് മിയർലി ഫോർ ഹെവൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, that we may be ambassadors for bringing the heaven of his kingdom to bear on earth as is in heaven. സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിലും ആകണമേ. അതിൻ്റെ അർത്ഥം അല്ലേ? അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ വിശ്വാസം, അതിനെപ്പറ്റി നമ്മൾ പറയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? വിശ്വാസം അതല്ലേ എല്ലാം, അതല്ല ഞാൻ പറഞ്ഞത്. വിശ്വാസം ഇറ്റ്സ് പേഴ്സണൽ. എന്താണ്? അവനവൻ്റെ വിശ്വാസം അവനവനിരിക്കട്ടെ. ഇന്ന് ഒത്തിരി പേര് പറയുന്നത് വിശ്വാസം ഒരുത്തൻ്റെ ഹൃദയത്തിലിരുന്നാൽ മതി, അത് അടിച്ചേൽപ്പിക്കരുത്, അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, അത് വിളിച്ചുകൊണ്ട് ആവശ്യമില്ല അല്ലേ? ഇതൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ അറിയാമല്ലോ, ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷേ ഓർത്തോണം, ഫെയ്ത്ത് ഇസ് ടു ബി മോർ ദാൻ വേർഡ്സ് സ്പോക്കൺ ഓർ സൈലൻറ്റ് കൺവിക്ഷൻസ്. ഫെയ്ത്ത് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ആക്ഷണബിൾ ഒബീഡിയൻസ് ടു ഗോഡ്സ് കോൾ. ദൈവം എന്തിനായിട്ട് വിളിച്ചിരിക്കുന്നുവോ ആ വിളിയിലേക്ക് എൻ്റെ വിശ്വാസത്തെ ഞാൻ എന്ത് ചെയ്യണം? അനുസരണമായി പ്രകടിപ്പിക്കണം. അനുസരണമായി എൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത്. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാം വിശ്വാസമുണ്ട്. നമ്മളെ വിളിക്കുന്ന പേരെന്താണ്? ബിസ്ബാസികളൊക്കെ ഒന്ന് കൈപോകിക്കേ. പേരെന്താണ്? നെയ്യപ്പം. ഇല്ലാത്തൊരു സാധനം എന്താണ്? ഇന്ന് വരെ നെയ്യുള്ളൊരു നെയ്യപ്പം കഴിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? പേര് അന്നും ഇന്നും എന്താണ്? നെയ്യപ്പം. പാമോയിൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പേരെന്താണ്? ഇന്നാണ് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ പ്രശ്നം. പേരെന്താണ്? വിശ്വാസി. ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസം അകത്തിരുന്നാൽ പോരാ, ആ വിശ്വാസത്തിന് ഞാൻ എക്സ്പ്രസ് ചെയ്യണം. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? അനുസരണത്തിൽ എക്സ്പ്രസ് ചെയ്യണം. എന്തിനനുസരണത്തിന്? ദൈവം എന്തൊക്കെ തൻ്റെ വചനത്തിലൂടെ എന്നോട് ആവശ്യപ്പെടുന്നുവോ അതെല്ലാം ഞാൻ എന്ത് ചെയ്യണം? അനുസരിക്കണം. ദാറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ തെറ്റിദ്ധരിക്കല്ലേ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ എന്നൊക്കെ പറയാം. നമ്മുടെ വിശ്വാസം ഞായറാഴ്ച വന്ന് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം അനുസരിക്കണം. ഇവിടെയാണ് തെറ്റ്. നമ്മൾ ഞായറാഴ്ച വന്നത് ഏറ്റുപറഞ്ഞു. ഞാൻ എന്ത് ഏറ്റുപറഞ്ഞല്ലോ? വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞു. വിശ്വാസം ഏറ്റുപറയല്ല, വിശ്വാസം അനുസരണത്തിലൂടെ പ്രകടമാക്കണം. അല്ലേ? പോയി സാക്ഷിയാവണം, അനുസരണത്തിലൂടെ പോകണം. അല്ലേ? യേശുവിനെ സാക്ഷിക്കണം, അനുസരണത്തിലൂടെ ചെയ്യണം. സ്നേഹിക്കണം, അനുസരണത്തിലൂടെ സ്നേഹിക്കണം. അല്ലേ? ക്ഷമിക്കണം, അനുസരണത്തിലൂടെ ക്ഷമിക്കണം. അല്ലേ? വിട്ടുകൊടുക്കണം, അനുസരണത്തിലൂടെ വിട്ടുകൊടുക്കണം. ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിടും കാട്ടിക്കൊടുക്കണം, അനുസരണത്തിലൂടെ കാട്ടിക്കൊടുക്കണം. ഇന്ന് ആരെങ്കിലും വന്ന് നമ്മളെ ഒരടി അടിച്ചാൽ അയ്യോ, അവനെ നമ്മളെന്ത് ചെയ്യും? കൊല വിളിക്കും. അതാണ് ഇന്നത്തെ അവസ്ഥ. അല്ലേ? ഞാൻ പറഞ്ഞത്, നമ്മുടെ വിശ്വാസം ഇവിടെ ഇരുന്നാൽ പോരാ, അത് അനുസരണത്തിലോട്ട് വരണം. അങ്ങനെയെങ്കിൽ ദൈവസഭ ഈ വിശ്വാസത്തിൻ്റെ ആക്ഷണബിൾ ഒബീഡിയൻസ്, ആ വാക്കും ശ്രദ്ധിക്കണം, ആക്ഷണബിൾ ഒബീഡിയൻസ്. ഇന്ന് നമ്മുടെ ആക്ഷണബിൾ ഒബീഡിയൻസ് എന്തൊക്കെയാണെന്നറിയാം? ഞാൻ രാവിലെ പള്ളി വന്നല്ലോ, പാസ്റ്റർ കണ്ടില്ലേ, ഞാൻ ഇടതുവശത്തെ 2ാമത്തെ വരിയിലാണ് ഇരുന്നത്, പാസ്റ്റർ എന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. കണ്ടാ, നമ്മുടെ ആക്ഷണബിൾ ഒബീഡിയൻസ് എന്താണ്? ഞാൻ ഇന്ന് ചർച്ചയിൽ വന്നു, അത് കഴിഞ്ഞിട്ട് മോളിൽ പോയി ചോറും കഴിച്ചിട്ടാണ് പോയത്. അല്ല, എല്ലാവരെയും പോലെ ഇറങ്ങി ഓടിയില്ല, ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. ഇതാണ് നമ്മുടെ മാക്സിമം ആക്ഷണബിൾ. പിന്നെ എന്തോന്ന്, ബുധനാഴ്ച അല്ല, അത് അടുത്ത ഞായറാഴ്ച. അടുത്ത ഞായറാഴ്ച കമ്പൈൻ സർവീസിന് കൊട്ടയ്ക്കാട്ട് വന്നു കാണാത്ത തന്നെ ഞാൻ വന്നിരുന്നു. നമ്മുടെ ആക്ഷണബിൾ ഒബീഡിയൻസ് എന്താണ്? എല്ലാ പ്രാർത്ഥനയ്ക്കും വരും, അതാണ് വലിയ അനുസരണം. എല്ലാ പ്രാർത്ഥനയ്ക്കും വന്ന് അനുസരിക്കുന്നവരെന്ന് കൈപൊക്കിക്കേ. കണ്ട, ആരും പൊക്കുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ കുരുക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. ഇന്ന് പ്രശ്നം, ഈ കേരളത്തിൽ ഈ സത്യമാർഗം വന്ന നാൾ തൊട്ട് എല്ലാ ഞായറാഴ്ചയും അതിരുന്ന് കൈപൊക്കുന്നവരേ ഉള്ളൂ. ഇറങ്ങിപ്പോയി ഇത് അനുസരിക്കുന്നവർ കുറഞ്ഞു വരുന്നു പ്രിയപ്പെട്ടവരെ. പണ്ട് പാപ ഉപദേശിമാരാണ് ഈ പട്ടണത്തിൽ. എത്ര പാവപ്പെട്ട ഉപദേശിമാർ ജിബ്ബായിട്ട് മുണ്ടും കൊടുത്ത് ഒരു പുസ്തകവും എടുത്ത് ഈ പറഞ്ഞ കുട ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലേ ഇല്ല, കാലേ ചെരുപ്പ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലേ ഇല്ല, തേരാ പാര ഈ വഴികളിൽ നടന്ന് വീടാന്തരം കയറി ആട്ടും തുപ്പും ഒക്കെ കൊണ്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കയറി ഇറങ്ങി പല വീടുകളിലും പ്രാർത്ഥിച്ചവരൊക്കെ ഇന്ന് എന്ത് ചെയ്തു? ദൈവം അവിടെയൊക്കെ പ്രവർത്തിച്ചു പ്രിയപ്പെട്ടവരെ. അല്ലേ? ശരിയല്ലേ? ഞാനൊരു കഥയും കൂടെ പറയാം. നാലാഞ്ചിറ കൗൺസിലർ മാഡം കേൾക്കാനും കൂടെയാണ് പറയുന്നത്. ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടായി. അദ്ദേഹം തിരുവനന്തപുരത്തോട്ട് ദൈവവേലയ്ക്കായിട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു. അദ്ദേഹം വണ്ടിക്കൂലി എല്ലാം കൂടെ സംഘടിച്ച്, അന്നെല്ലാം ചില്ലറയാണ്, എല്ലാം കൂടെ ചില്ലറ എടുത്ത് ഒരു പെട്ടിക്കകത്ത് തുണിയൊക്കെ എടുത്ത് വെച്ച് വേദോത്സവം എടുത്ത് വെച്ച് പുള്ളി റാന്നിയിൽ നിന്നാണ് ബസ് കയറി. അന്ന് റാന്നിയിൽ നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരും, തിരിച്ച് ഈ ബസ് റാന്നിക്ക് പോകും. ഇതേ റാന്നിയിൽ നിന്ന് ബസ് കയറി കണ്ടക്ടർ വന്ന് ടിക്കറ്റ്, പുള്ളി പറഞ്ഞു ഒരു തിരുവനന്തപുരം. അവിടെ ചില്ലറയാണ് കൊടുത്തത്. ചില്ലറ എല്ലാം കൂടെ അയാൾ പിറക്കിയെടുത്ത് എണ്ണി നോക്കിയപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ വരെയുള്ള ടിക്കറ്റിൻ്റെ പൈസയില്ല. അയാൾ നോക്കി വെച്ചോണ്ട് ഇത് തിരുവനന്തപുരം വരെ പൈസ ഇല്ലല്ലോ. അയാൾ ദയനീയമായിട്ട് പറഞ്ഞു എങ്കിൽ എവിടം വരെ ഉണ്ടോ അവിടം വരെയുള്ള ടിക്കറ്റ് ഇതാ. അയാൾ കണക്ക് കൂട്ടിയിട്ട് 4-5 എത്തുമ്പോൾ ഇറങ്ങണം കേട്ടോ. 4-5 ടിക്കറ്റ് അടിച്ചു കൊടുത്തു. 4-5 കുരിശടി ജംഗ്ഷനിൽ എത്തിയപ്പോൾ ടിങ് നിർത്തി. ഒരാൾ എവിടെ വന്നേ, ഇറക്കി വിട്ട് ടിങ് ബസ് അടിച്ചു പോയി. ഇയാൾ ഇറങ്ങിയപ്പോൾ സന്ധ്യയായി. ഇയാൾ അവിടെ ഒരു മയിൽക്കുറ്റി കണ്ട് അതിലോട്ട് കയറി ഇരുന്നു, പെട്ടി താഴോട്ട് വെച്ചു. ഇയാളിങ്ങനെ ചിന്തിച്ചു പോലും, ദൈവമേ, ഞാൻ നിൻ്റെ വിളി കേട്ട് നിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിയതാണ്. നീ തിരുവനന്തപുരത്തോട്ട് പോകാൻ പറഞ്ഞ അത് വിളി കേട്ട് തന്നെ ഞാൻ ഇറങ്ങിയത്. പക്ഷേ ആ വിളി കേട്ട് ഇറങ്ങിയ എനിക്ക് തിരുവനന്തപുരം അങ്ങ് ബസ് സ്റ്റാൻഡ് വരെ പോകാനുള്ള വണ്ടിക്കൂലി പോലും നീ തന്നില്ല. ഇതെന്തൊരു ദൈവമേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി, എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സന്ധ്യയായി, വിശക്കുന്നു, എൻ്റെ പൈസയില്ല, ഞാനിന്ന് അന്തി ഉറങ്ങുന്ന എവിടെയാണ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം അല്പം പരിഭവം മനസ്സിൽ വരാതിരുന്നില്ലെങ്കിലും ദൈവം പറഞ്ഞിട്ടാണെന്നുള്ള ബോധ്യത്തിൽ ആ മയിൽക്കുറ്റിയിൽ ഇങ്ങനെ ഇരുന്നു. പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു 4-5 നടന്നുപോയി. അവനിങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് നോക്കി, സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു മുണ്ടും ജിബ്ബായൊക്കെ ഇട്ട ഒരാൾ. അയാൾ ഒന്നുകൂടെ തിരിച്ചും ഫ്രണ്ടിൽ കൂടെ ഒന്നുകൂടെ ഇങ്ങോട്ട് കടന്നു. എന്നിട്ട് നിന്നു. ഉപദേശിയാണോ? അന്നൊക്കെ ഒരു ഉപദേശമൊക്കെ കണ്ടാൽ അറിയാം. ഇന്നത്തെ ഉപദേശം പോലെ അല്ല, അതല്ലേ? ഇന്നത്തെ എല്ലാം ഹൈടെക് ഉപദേശിമാരല്ലേ. ശരി, അയാൾ പറഞ്ഞു അതെ. പ്രാർത്ഥിക്കുമോ? അയാൾ പിന്നല്ല, പിന്നെ എന്ത് ജോലി എന്തോ പ്രാർത്ഥിക്കാനല്ലേ. അതല്ല, രോഗിയൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമോ? അതല്ലേ എൻ്റെ സ്പെഷ്യാലിറ്റി. ബാ, എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ചേട്ടൻ മഹോദരം പിടിച്ചിങ്ങനെ കിടക്കുക, വയറിങ്ങനെ വീർത്തു വന്നിട്ട് അറിയാമല്ലോ. അയാൾ പെട്ടിയെടുത്തുകൊണ്ട് പുറകെ പോയി. 4-5 താഴെ മുണ്ടേക്കോണം എന്നൊരു സ്ഥലമുണ്ട്.
അവിടെ ചെന്നപ്പോൾ ഒരു വീടിൻ്റെ വരാന്തയിൽ ഒരു രോഗി കിടക്കുക. അയാൾക്ക് വളരെ അവശനായിട്ട് മരണാസന്നായി കിടക്കുക. വീട്ടുകാർ മുഴുവനുണ്ട്, നാട്ടുകാർ മുഴുവൻ വൈകിട്ട് പണി കഴിഞ്ഞ് എല്ലാവരും മുറ്റത്തൊക്കെ കൂടി അവിടെ നിൽപ്പുണ്ട്. ഉണ്ട് ഇയാൾ ഈ ഉപദേശം കൊണ്ടുവന്ന് എല്ലാവരും മാറിക്കുക മാറി ഞാൻ ഒരാളിനെ കൊണ്ടുവരണം. ഇല്ലാന്ന് ആരായത്? ഇയാൾ പ്രാർത്ഥിക്കും, ഇയാൾ ഉപദേശിയാണ്, പ്രാർത്ഥിക്കും. ഉപദേശം നോക്കിയപ്പോൾ ഒരു കൺവെൻഷനുള്ള ആളുണ്ട് അവിടെ മുറ്റത്ത്. ഉടനെ ഉപദേശിപ്പെട്ടി തുറന്ന് വേദോത്സവം എടുത്ത് എഴുന്നേറ്റ് നിന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ഒതുങ്ങി. അപ്പോഴത്തേക്ക് ആരും ഒരു പെട്രോമാക്സ് കത്തിച്ച് അവിടെ കൊണ്ടുവച്ചു. ഉപദേശിക്ക് നല്ലൊരു ഓഡിയൻസിനെ കിട്ടി. പുള്ളി അവിടെ നിന്നുകൊണ്ട് അങ്ങ് തുടങ്ങി. എന്താണ്? യേശുവിനെ അങ്ങോട്ട് ഉയർത്തി. കാൽവറി ക്രൂശിൻ്റെ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. യേശു പാപങ്ങൾക്ക് മാത്രമല്ല മരിച്ചത്, രോഗങ്ങൾക്കും കൂടിയാണ്. ഈ മകനെ സൗഖ്യമാക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് വന്നു. അദ്ദേഹം ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു സ്റ്റീൽ ലോട്ടയ്ക്കകത്ത് വെള്ളം കൊണ്ടുവന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞു. എഴുന്നേൽപ്പിച്ച് താങ്ങിയിരുത്തി. വയറ് വീർത്തറിയാമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഏമ്പക്കം വിട്ടു. അന്ന് രാത്രി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു ഫുൾ ഫ്ലഡ്ജ് സൂസൈഡ് യോഗം അങ്ങ് നടത്തി. ഒരു 9-10 മണി വരെ പോയി. അവസാനം ചോദിച്ചു, ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന താല്പര്യമുള്ള എത്ര പേരുണ്ട്? കണ്ണീരോട് പലരും എഴുന്നേറ്റ് നിന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പാവങ്ങളെല്ലാവരും ഏറ്റുപറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതാണ് തിരുവനന്തപുരത്തെ ആദ്യത്തെ അസംബ്ലീസ് ഓഫ് ഗോഡ് ആരാധന. നാലാഞ്ചിറയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ഹാള് കണ്ടോ? അത് സ്ഥാപിച്ച പാസ്റ്റർ AC സാമുവലിൻ്റെ കഥയാണ് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിന് അന്ന് തമ്പാനൂർ വരെ പോകാനുള്ള വണ്ടിക്കൂലി ദൈവം കൊടുക്കാത്തതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? ഇതുപോലെ ചിലപ്പം നമുക്ക് വണ്ടിക്കൂലി തീർത്ത് തരത്തില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുത്തിരുന്നെങ്കിൽ അയാൾ തമ്പാനൂർ ഇറങ്ങി എങ്ങോട്ടെങ്കിലും തമിഴ്നാട്ടിൽ പോയനെ. അന്ന് വണ്ടിക്കൂലി കൊടുക്കാത്തതാണ് നാലാഞ്ചിറ ഒരു സഭയുണ്ട്. മനസ്സിലായോ? ഇതൊന്നും പറയാനൊന്നും ആരുമില്ല. ഇത് ഏജിക്കാർക്ക് അറിയാമെന്ന് സംശയമുണ്ട്. ഇതായിരുന്നു പണ്ടത്തെ ദേവദാസന്മാരുടെയൊക്കെ ചരിത്രം. തലങ്ങും വിലങ്ങും നടന്നവർ യേശുവിനെ സാക്ഷിച്ചു, യേശുവിനെ പറ്റി പറഞ്ഞു, രോഗികളെ കണ്ടാൽ പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ ഇടയിലും മഹോദരമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണീരോടെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഡിവോഷന് ഞാൻ പറഞ്ഞു. അന്ന് ആ ദൈവദാസൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ വയറ്റിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് സാക്ഷിയായിട്ട് ആ കർത്താവിനെ സ്വീകരിച്ചു. നമ്മുടെ ഇടയിൽ ഒരു സഹോദരൻ രോഗിയായി. അദ്ദേഹത്തിൻ്റെ ഫ്ലൂയിഡ് നമ്മളിങ്ങനെ ഓരോ ദിവസവും ടാപ്പ് ചെയ്തെടുത്തു. ഒടുവിൽ അദ്ദേഹത്തെ നമ്മൾ കൊണ്ട് അടക്കി. ഇതാണ് വ്യത്യാസം. പണ്ട് ദേവദാസന്മാർക്ക് പൈസയില്ല, പിടിപാടില്ല, മരുന്നില്ല, ഡോക്ടറില്ല, ആശുപത്രിയില്ല, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവർക്കൊന്നുണ്ടായിരുന്നു, ദൈവവിശ്വാസം. ഇന്ന് നമുക്കിതെല്ലാം ഉണ്ട്. പണ്ടൊക്കെ പാസ്റ്റർമാരുടെ അടുത്ത് രോഗികളെ കൊണ്ടുവന്നാൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. ഇന്ന് ഡെയിലി എൻ്റെ അടുത്തും വരുന്നുണ്ട് രോഗികൾ, നേരിട്ടല്ലെങ്കിൽ ഫോണിൽ കൂടെയെങ്കിലും വരുന്നുണ്ട്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനല്ല പറയുന്നത്. ഏതാണ് നല്ല ആശുപത്രി, ഏത് ഡോക്ടറെ അറിയാം, ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ. ഇതിനു വേണ്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ പിതാവിൻ്റെ അടുത്ത് ആരും വന്ന് ഏത് ഡോക്ടർ കൊള്ളാൻ ചോദിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് അപ്പച്ചാ പ്രാർത്ഥിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു തലമുറ മാറിയപ്പം വ്യത്യാസം കണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് മടങ്ങി വരണ്ടേ? മടങ്ങി വരണ്ടേ? Our obedience is God's ordinary means for accomplishing His extraordinary plans. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അസാധാരണമായ പദ്ധതികളുണ്ട്. പക്ഷേ അസാധാരണമായ ദൈവ പദ്ധതികൾ ദൈവം ഏതിലൂടെ നടത്തിയെടുക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സാധാരണ അനുസരണയിലൂടെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം എനിക്കിങ്ങനെ പറയാൻ അറിയാവും. ഞാൻ ആ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരു പഞ്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ ഒരു ഗുമ്മുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറയാനുള്ള വൈബ്രേഷൻ ഇവിടെ ഇല്ല. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം, കത്തുന്നവർ കത്തട്ടെ. അവർ ഒബീഡിയൻസ് ഈസ് ഗോഡ്സ് ഓർഡിനറി മീൻസ് ഫോർ അക്കംപ്ലിഷിങ് ഹിസ് എക്സ്ട്രാ ഓർഡിനറി പ്ലാൻസ്. ദൈവത്തിന് അസാധാരണമായ പദ്ധതികളുണ്ട്. പക്ഷെ അത് നടത്തിയെടുക്കുന്നത് എൻ്റെ സാധാരണ അനുസരണത്തിലൂടെയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കങ്ങ് അസാധാരണ അഭിഷേകം വന്നാലേ ദൈവം അല്ല. നിങ്ങൾ ഒന്ന് നടന്നു പോയപ്പം എന്തോ ഒന്ന് തോന്നി, ആളിനോട് സംസാരിക്കണം, ഒന്ന് പരിചയപ്പെട്ടു, ഒന്ന് സംസാരിച്ചു, ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾ അത്രയും ചെയ്തിട്ട് നിങ്ങൾ പോയി, പിന്നെ ആളിനെ കണ്ടിട്ടേ ഇല്ല.
പക്ഷെ ആളിനന്ന് വീട്ടിൽ ചെന്ന് നടന്നപ്പം വലിയ സമാധാനം. അയാൾ തന്നെത്താനെ മുട്ടുമേയിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവിനെ സ്വീകരിച്ചു. അല്ലെ വീട്ടിൽ മുറിയിലൊരു വെട്ടം കണ്ടു, ദൈവം സംസാരിച്ചു. നോടോ, നിങ്ങളുടെ ഒരു സാധാരണ അനുസരണം. കുന്നിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പം ഈ പറഞ്ഞ പോലെ താഴെ കടയിൽ ഒരാളെ ശ്രദ്ധിച്ചപ്പോൾ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. നിങ്ങളങ്ങോട്ട് ഇറങ്ങി കൗണ്ടറിൻ്റെ അവിടെ വന്നപ്പം ഒന്ന് പരിചയപ്പെട്ടു, ഒന്ന് സംസാരിച്ചു. ആ റോഡ് വരെ നടന്ന് നിങ്ങൾ രണ്ട് വഴിക്ക് പോയി. പക്ഷെ അത്രയൊരു സാധാരണ അനുസരണം ചിലപ്പോൾ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് ഒരു 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 ഇൻട്രോ ആയിരുന്നു. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നെവർ ലൂസ് എനി ഓപ്പർച്യൂണിറ്റീസ്. കിട്ടുന്ന ഒരവസരവും എന്ത് ചെയ്യരുത്, പാഴാക്കരുത് പ്രിയപ്പെട്ടവരെ, പാഴാക്കരുത്. എൻ്റെ വാക്ക് ഞാൻ നിർത്താം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഇന്ന് രാവിലത്തെ ഇംഗ്ലീഷ് സർവീസിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗ വിഷയമായിരുന്നത്. എന്നാൽ ഒരു കാര്യം നിനക്കെതിരെ എനിക്കുണ്ട്, ബട്ട് ഐ ഹാവ് ദിസ് അഗൻസ്റ്റ് യു. എന്താണെന്നറിയാമോ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. വെളിപ്പാട് പുസ്തകം 2:4. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. ഇനി അവസാനത്തെ ആഴ്ചയിൽ വന്നു നിൽക്കുന്ന ദൈവമക്കളായ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം കൊള്ളാം, നിങ്ങളുടെ പ്രവൃത്തികൾ കൊള്ളാം, നിങ്ങൾക്ക് നല്ല വചനത്തിൻ്റെ നല്ല അടിത്തറയുണ്ട്, നിങ്ങൾ അപ്പോസ്തലന്മാരല്ലാത്തവരെ കണ്ട് നിങ്ങൾ വിവേചിച്ച് അവരെയൊക്കെ ഒഴിവാക്കി, നിക്കൊലാവിയരുടെ കാര്യമൊന്നും നിങ്ങൾക്കില്ല. അതായത് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നു, എല്ലാം പറഞ്ഞിട്ട് പറയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇംഗ്ലീഷിൽ യു ഹാവ് ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ് എന്ന, യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ് എന്നല്ല. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപ്പെടുത്തി കളഞ്ഞെന്നാ, അല്ലേ? കളഞ്ഞു പോയിന്നാ. അങ്ങനല്ല. കളഞ്ഞു പോയ അബദ്ധം കൊണ്ടും നമ്മുടേതല്ലായ കുറ്റം കൊണ്ടും കളഞ്ഞു പോവാം. പക്ഷെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മനഃപൂർവ്വം അതിൽ നിന്ന് മാറി നടന്നങ്ങ് പോയി, അല്ലേ? വേണ്ട എന്ന് വെച്ചിട്ട് പോയി. പലപ്പോഴും നമ്മുടെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നമ്മൾ കാലെടുത്ത് വെച്ച് നടന്നു മാറിപ്പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, മടങ്ങി ആദ്യ സ്നേഹത്തിലേക്ക് വരണം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക. റിപ്പൻറ്റൻസ് ഈസ് ഗോയിങ് ബാക്ക് ടു ദ പോയിൻ്റ്, to the place where you began to wander and to turn the other direction and go instead from the point in obedience to God. Going back to the basics. Seek first his kingdom. മുമ്പേ അവൻ്റെ രാജ്യം അന്വേഷിക്കണം, നീതിയും അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ഞാൻ വന്ന് നിലവിളക്കെടുത്ത് മാറ്റും. അല്ലാഞ്ഞാൽ നീ നിൻ്റെ പ്രതിഭവനവും നശിച്ചു പോകും. അതായത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പം വല്ലതും ഉണ്ടോ ബ്രദറെ? കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നശിച്ചു പോകും. നമ്മൾ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരാളെ നോക്കിയിട്ട് നശിച്ചു പോകുന്നൊന്നും ഒരിക്കലും പറയത്തില്ല. അത് പറയാൻ നമുക്കൊരു ചമ്മല, അതെങ്ങനെ പറയും? പക്ഷെ ദൈവവചനം ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ പറയുന്നു, നിന്നെ വിളിച്ച വിളിയിൽ നീ മുന്നോട്ട് പോയില്ല എങ്കിൽ, നീ ആദ്യ സ്നേഹം നീ എന്ത് ചെയ്തു? വിട്ട് കളഞ്ഞു. നീ മടങ്ങി ആദ്യ സ്നേഹത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ വന്ന ആ നിലവിളക്കെടുത്തങ്ങ് മാറ്റും. നമ്മൾ ഈ ഓടിയതും അധ്വാനിച്ചതെല്ലാം വെറുതെ ആയി പോവും പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചാട്ടെ. ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ക്ലോസ് യുവർ ഐസ് ഫോർ എ മിനിറ്റ്. കർത്താവേ, നീ ശക്തമായി എന്നോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞാൻ ഇങ്ങനെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലപ്പാ. ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനല്ല എന്നെക്കുറിച്ച് നീ വിളിച്ചത്. നീ വിളിച്ചതുപോലെ കർത്താവേ, നീ വിളിച്ച പ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ, നീ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ ആഗ്രഹിക്കുന്നത് പോലെ അത് നിവർത്തിക്കുവാൻ എന്നെ നിൻ്റെ കരുത്തിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ശബ്ദങ്ങളുമില്ല, മറ്റൊരു സംഗീതവുമില്ല, മറ്റ് യാതൊരു പ്രഷറും ഒന്നുമില്ല. പക്ഷേ ഇഫ് ദി സിമ്പിൾ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ഇൻ സം വേ സ്പോക്കൺ ടു യു, ഏതെങ്കിലും തരത്തിൽ ഇന്ന് കേട്ട ഈ സന്ദേശം ഇതെന്നോട് ദൈവം സംസാരിച്ചതാണ് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം, ഒരു നിർബന്ധവുമില്ല, അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഈ അവസാനത്തെ ഈ ഞായറാഴ്ച, കർത്താവേ, ഞാൻ ആദ്യ സ്നേഹത്തിലേക്ക് വരുന്നു. എൻ്റെ അർത്ഥം ആദ്യ സ്നേഹം വിട്ടു ഞാൻ മാറിപ്പോയി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എനിക്ക് എത്ര ബൈബിൾ വായിച്ചാലും എനിക്ക് മടുപ്പ് തോന്നില്ല, കൊതി തീരില്ല. എത്ര നേരം പ്രാർത്ഥനയിൽ ഇരുന്നാലും എനിക്ക് സമയം പോകുന്ന അറിയുന്നില്ല.
ഞാൻ എത്ര കൂട്ടായ്മയിൽ ഞാൻ വരാൻ കാത്തിരിക്കും, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ. ഇപ്പം ഞാൻ പ്രാർത്ഥന തുടങ്ങിയ ശേഷം വരും, തീരുന്നതിന് മുമ്പ് പോവും. ഇനി ഒരാളോടെങ്കിലും ഒരു പകൽ എനിക്ക് ഒന്ന് യേശുവിനെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വരത്തില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾക്കന്ന് ആദ്യ സ്നേഹമുണ്ടായിരുന്നു. ഈ പറയുന്ന ഒന്നും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമല്ലെങ്കിൽ നിങ്ങൾ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു. ചിലർക്കിങ്ങനെ ആദ്യ സ്നേഹം പണ്ടും ഇല്ലായിരുന്നിരിക്കാം, സാരമില്ല. പക്ഷെ ഇന്ന് ആദ്യ സ്നേഹം തുടങ്ങാൻ കഴിയും. ഫോർ സം യു മേ ബി സ്റ്റാർട്ടിങ് യുവർ ഫസ്റ്റ് ലവ് ടുഡേ. ടു സം യു മേ ബി റിട്ടേണിങ് ബാക്ക് ടു ദ ഫസ്റ്റ് ലവ്. രണ്ടാണെങ്കിലും അങ്ങനെയുള്ളവർക്കൊരു നല്ല അവസരം ദൈവം ഇന്ന് തരിക. കർത്താവെ, ഞാൻ എൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന് പറയുന്നവരും, കർത്താവെ, എനിക്ക് ആദ്യ സ്നേഹം ഒരിക്കലും ഇല്ലായിരുന്നു, ഇന്ന് മുതൽ നിന്നെ സ്നേഹിക്കുവാൻ, ആദ്യമായി സ്നേഹിക്കുവാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു. ഈ രണ്ട് കൂട്ടർക്കും ഇന്ന് ഓപ്ഷനുണ്ട്. ദ വൺസ് ടു റിട്ടേൺ ടു ദ ഫസ്റ്റ് ലവ് ആൻഡ് ടു സം വൺ ഹു ക്യാൻ സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് ലവ്. ബോത്ത് ഓഫ് യു, വൈ ഡോണ്ട് യു മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ടു ദ ലോർഡ് ദിസ് ഡേ? കർത്താവിനോടൊരു ഒരു ഒരു സമർപ്പണം നമുക്കൊന്ന് ചെയ്യാമോ? അങ്ങനെ എല്ലാ കണ്ണും അടഞ്ഞിരിക്കട്ടെ. അങ്ങനെ സമർപ്പിക്കുന്നവർ മാത്രം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.